കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ ഭക്തിപൂർവ്വം പ്രവേശിക്കുകയാണ്. ഈശോയുടെ നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷയായ ഈ അൾത്താരയിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധന മധ്യയാണ് ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. ജീവിതത്തിൻ്റെ വലിയ ദുരന്തമുഖങ്ങളിലായിരുന്നു കൊണ്ടാണ് നമ്മളും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി ദൈവപിതാവിൻ്റെ വലിയ കരുതലിന് വേണ്ടി നോക്കി പാർക്കുന്നത്. ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ആരാധനയിലൂടെ നീളം നീ തന്നെ അച്ഛനിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരിയൻ ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്തതാപൂർവം ദൈവസ്നേഹത്തോടെ പാലിക്കുവാനുള്ള അധിക അഭിഷേകം ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരിയൻ ഉടമ്പടിയിൽ വന്നുപോയിട്ടുള്ള എല്ലാ പാകപ്പിഴകളും പരിഹരിക്കുവാൻ ഈശോയെ അധിക ബലം ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. 2015 മുതൽ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്തു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് ദിവികാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട്
കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ധ്യാനം നമ്മൾ വളരെ ശ്രദ്ധയോടെ പങ്കെടുക്കേണ്ട ഒരു വിഷയമാണ്. സാധാരണ ധ്യാനവും ഉടമ്പടി ധ്യാനവും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. സാധാരണ ധ്യാനത്തിൽ വചനത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ ലഭിക്കും. അത് പലപ്പോഴും വചനത്തെക്കുറിച്ചുള്ള പുതിയ അഭിഷേക തലങ്ങളായിരിക്കും നൽകുന്നത്. ചിലപ്പോൾ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസ് നൽകും. അത് ഫോർ ഇൻഫർമേഷൻ സേക്കാണ്. പല ഇൻ്റർപ്രിട്ടേഷൻസും വ്യാഖ്യാനങ്ങളും അത് ഈ പ്രയോഗത്തിൽ വരുമ്പോൾ അതൊരു ഇൻഫർമേഷൻ ലെവലിലാണ് വരണത്. പലപ്പോഴും ഉടമ്പടിയിലെ ഒരു ഇൻഫർമേഷൻ ലെവലല്ല വർക്ക് ചെയ്യണത്, ആപ്ലിക്കേഷൻ ലെവലിലാണ്. അപ്പോൾ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അറിവ്. ഞാൻ എന്ത് ഇംഗ്ലീഷ് പറഞ്ഞാലും മലയാളം പറയാൻ കേട്ടോ. മലയാളം നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. അതിൽ നിങ്ങൾക്ക് മനസ്സിലാണില്ലെന്ന് നിങ്ങൾ പറയരുത്. അതൊക്കെ ഇംഗ്ലീഷൊക്കെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. പറയുമ്പോൾ അതിൻ്റെ മലയാളവും പറയും. അപ്പം അതുകൊണ്ട് ഈ സാധാരണ വചനങ്ങളെല്ലാം ഇപ്പോൾ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻ ലെവല് നമ്മുടെ അറിവ് വർദ്ധിക്കും. അത് ഫോർ ഇൻഫർമേഷൻ സേക്കാണ്. അത് അറിവ് കൂടുന്നു. അതനുസരിച്ച് നമ്മൾ ആധ്യാത്മിക പ്രബുദ്ധരാകുന്നു. അതാണ് എൻ്റെ ഉദ്ദേശം. കുറച്ച് ഈടുവെപ്പ്, കുറച്ച് നമ്മുടെ വിശ്വാസ ജീവിതത്തിന് കുറച്ചുകൂടി ആഴം, തൂക്കം, വെയിറ്റ് വെക്കാം. പറന്നു പോകത്തില്ല, അതാണ്. പക്ഷേ ഉടമ്പടി ധ്യാനത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന വിഷയം ആപ്ലിക്കേഷൻ ലെവലാണ്. ആപ്ലിക്കേഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്ലൈഡ് ബിബ്ലിക്കൽ തിയോളജിയാണ് ഈ പറയണത്. തിയോളജി അല്ല, സ്പിരിച്വാലിറ്റി. അപ്ലൈഡ് ബിബ്ലിക്കൽ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയോഗാത്മകമായിട്ടുള്ള ബൈബിൾ വിജ്ഞാനീയം. അത് പ്രയോഗിക്കാനുള്ളതാണ്. അല്ലാതെ കേട്ട് പ്രബുദ്ധരാകാനുള്ളതല്ല. പ്രബുദ്ധതയല്ല ഉദ്ദേശം, പ്രയോഗമാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇപ്പോഴൊക്കെ. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെ എലൈറ്റ് ഓഡിയൻസ് ഉടമ്പടി അവരുടെ ലെവലിൽ അതെടുക്കുന്നുള്ളതാണ്. എല്ലാവരും ഉടമ്പടി എടുക്കുന്നുണ്ട്. ഉടമ്പടിയുടെ ഒരു ഗുണമെന്ന് പറയണത് വളരെ വിദ്യാഭ്യാസം കുറഞ്ഞവർക്ക് തൊട്ട് ഏറ്റവും നല്ല വിദ്യാഭ്യാസം ഉള്ളവർക്ക് വരെ ഒരുപോലെ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാ എപ്പോക്കിലുമുള്ള ആൾക്കാർ, എല്ലാ വാക്ക് ഓഫ് ലൈഫിലും, എല്ലാ തരത്തിലുള്ള, എല്ലാ ജീവിത നിലവാരത്തിലുമുള്ള ആൾക്കാരെ നമ്മൾ സാക്ഷ്യം പറയിപ്പിക്കുന്നതാണ്. തീരെ പ്രായമൊക്കെ വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തവരും പക്ഷെ പറയണ കാര്യം ഇടിവെട്ടായിരിക്കും. എന്താ കാര്യം? അവർ സത്യസന്ധമായിട്ട് വിശ്വസിച്ച് അതുപോലെ അവർ പ്രയോഗിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന റിസൾട്ടാണ്. ഉടമ്പടി റിസൾട്ടിനെ കുറിച്ച് നിങ്ങളെപ്പോഴും, അപ്പം നമ്മളിപ്പോൾ ഒരു ഉടമ്പടി ദൈവമായിട്ട് ഒരു ഉടമ്പടി ബന്ധത്തിലാണ്. അതിൽ നമ്മൾ സാധാരണ എല്ലാ ബന്ധങ്ങളിലും ഉപയോഗിക്കുന്നത് പ്രാർത്ഥനയാണ്, അല്ലേ? ധ്യാനങ്ങളൊക്കെ കൂടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എന്താണ് വർദ്ധിക്കണത്? പ്രാർത്ഥനാ നിലവാരം അങ്ങനെയല്ലേ സംഭവിക്കണത്? ധ്യാനം കഴിയുമ്പോൾ ആൾക്കാർ കുറച്ചുകൂടി മെച്ചമായ രീതിയിൽ മുമ്പത്തേക്കാൾ ഉപരി പ്രാർത്ഥിക്കും. പക്ഷെ ഉടമ്പടി ധ്യാനം കഴിഞ്ഞാൽ പ്രാർത്ഥനാ നിലവാരം മെച്ചപ്പെടുന്നതിൻ്റെ ഒപ്പം അതിനേക്കാൾ മെച്ചപ്പെടുന്നത് സാക്ഷ്യ നിലവാരമാണ്. അതാണ് വിഷയം. സാക്ഷ്യ നിലവാരം, പ്രാർത്ഥനാ നിലവാരം മെച്ചപ്പെടും. പക്ഷെ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്,
നിലവിലുള്ള പ്രാർത്ഥനകളെ തന്നെയാണ് ഉടമ്പടി ഉപയോഗിക്കുന്നത്. നിലവിലുള്ള പ്രാർത്ഥന എന്താണ്? കാരണം നിലവിലുള്ള പ്രാർത്ഥനയെല്ലാം ഇടിവെട്ട് പ്രാർത്ഥനകളാണ്. ഉദാഹരണത്തിന് നമ്മുടെ വിശ്വാസ പ്രമാണം ഒന്ന് ചങ്കെക്കൊണ്ട് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ മനുഷ്യനേ ഉള്ളൂ. അതാണ് വിഷയം. അപ്പം ആൾക്കാർ ഉപയോഗിച്ച് തേഞ്ഞ് മാച്ച് അത് പ്രയോഗിച്ച് അവർക്ക് പരിചയമില്ലാത്തത് കൊണ്ട് അതൊരു വിശ്വാസ പ്രമാണം പോലും ഒരു പ്രാർത്ഥനയായിട്ട് ചൊല്ലിയാണ് ആൾക്കാർ അവസാനിപ്പിക്കുന്നത്. അത് വിശ്വാസ പ്രമാണം ഒരിക്കലും പ്രാർത്ഥനയല്ലല്ലോ. നമ്മൾ ചെല്ലണത് വിശ്വാസ പ്രമാണം ചെല്ലണത് പ്രാർത്ഥനയായിട്ടാണ് ചെല്ലണത്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് എ പ്രെയർ, ഇറ്റ് ഈസ് എ പ്രൊക്ലമേഷൻ. അതാണ് വിഷയം വരുന്നത്. അതൊരു പ്രാർത്ഥനയല്ല, പിന്നെ എന്താണ്? പ്രഖ്യാപനമാണ്. വിശ്വാസപ്രമാണം ഇപ്പോൾ നമ്മൾ ഈ സ്വർഗസ്ഥനായ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ്. അതാണ് ഉടമ്പടിയുടെ പ്രശ്നം. ഉടമ്പടിയിൽ നിലവിലുള്ള പ്രാർത്ഥനകളെയാണ് എടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണത്? വിശ്വാസ പ്രമാണം, പിന്നെന്താണ് സ്വർഗസ്ഥനായ പിതാവ്, പിന്നെന്താണ് എന്ന് പറഞ്ഞു പറയാം. ഇതിനെ വെട്ടാനുള്ള പ്രാർത്ഥന എവിടെ ആരുണ്ടാക്കാനാണ് ഇതായത്? ഇനി ഈ രണ്ടാമതൊരു ലോകം ഉണ്ടായപ്പോലും ഈ 3 പ്രാർത്ഥനയെ അതിജീവിക്കാൻ പറ്റിയ ഒരു പ്രാർത്ഥന ഉണ്ടാകത്തില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഉപയോഗിക്കണം, നമ്മൾ ചെയ്യണത് തോക്കുണ്ട്, പക്ഷെ നിങ്ങളുടെ ഉന്നം ശരിയാകാത്തതുകൊണ്ടാണ് പ്രശ്നം വരുന്നത്. തോക്ക് വലിയ പവർഫുള്ളായ റേഞ്ചുള്ള തോക്ക് വാങ്ങിച്ച് വെച്ചിട്ട് കാര്യമില്ല. നമുക്കൊരു പരിശീലന ഉന്നമൊക്കെ വേണം. അവിടെയാണ് മിസ്റ്റേക്ക് സംഭവം. ഉന്നം കിട്ടണില്ലെന്ന് പറഞ്ഞിട്ട് തോക്ക് മാറാൻ പറ്റുക? ആളാണ് മാറേണ്ടത്. തോക്കിന് ഉന്നം കിട്ടണില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തോക്ക് മാറിയിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് ഉടമ്പടിയിൽ ഒരിക്കലും അവൻ്റെ സഭയുടെ അടിസ്ഥാന പ്രാർത്ഥന മാറ്റത്തില്ല. അടിസ്ഥാന പ്രാർത്ഥനയ്ക്ക് പുതിയ ആപ്ലിക്കേഷൻ ലെവൽ പറഞ്ഞു കൊടുക്കുകയുള്ളൂ. കാര്യം ഉടമ്പടിയുമായിട്ട് യോജിച്ച് പോകുന്നതാണ് ഇതെല്ലാം. ഏതാണ്? വിശ്വാസ പ്രമാണം. വിശ്വാസ പ്രമാണത്തിൽ എന്താണ്? നമ്മൾ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. വിശ്വാസ പ്രഖ്യാപനം എന്ന് പറയണത് വിശ്വാസം എന്തിന് ഉള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസം പ്രഖ്യാപിക്കാനുള്ളതാണ്. വിശ്വാസം പ്രഖ്യാപിക്കാനുള്ളതാണ്. നമ്മുടെ രക്ഷയുടെ തന്നെ സമവാക്യങ്ങളിലെ പ്രാർത്ഥനയല്ല ഉള്ളത്. പിന്നെ എന്താണ്? ഇപ്പം രക്ഷാനുഭവമില്ലേ? ക്രിസ്തു അനുഭവത്തിന്, ഈ ക്രിസ്തു അനുഭവത്തിൻ്റെ മെക്കാനിസം എന്താ? ഒരു വ്യക്തി ക്രിസ്തുവിനെ അനുഭവിക്കണം. നമ്മളതാണല്ലോ നോക്കുന്നത്. ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൽ എങ്ങനെ ക്രിസ്തുവിനെ അതിൻ്റെ അകത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യണത്, ഒരു വിഷയത്തെ ക്രിസ്തുവിനെ എങ്ങനെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തണത്, അതിന് നമ്മളെ സഹായിക്കുന്നത് പ്രാർത്ഥനയേക്കാളുപരി പ്രഖ്യാപനങ്ങളാണ്. പ്രഖ്യാപനം എന്താണ്? പ്രഖ്യാപനം 10:9 എപ്പോഴും ഓർത്തേക്കണം. റോമ 10:9 എടുത്തേ. റോമ 10:9. ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ക്രിസ്തുവിനെ പ്രഖ്യാപനം ചെയ്യുമ്പോൾ എന്താണ് പ്രഖ്യാപനം ചെയ്യണമെന്ന് നമ്മൾ ആദ്യം അറിയണം. പുതിയ ആൾക്കാർക്ക് വേണ്ടി, പഴയ ആൾക്കാർക്ക് ഇത് അറിയാവുന്നതാണ് എൻ്റെ ധാരണ കേട്ടോ. നമ്മൾ പ്രഖ്യാപിക്കുന്നത് എന്താണെന്ന് നമുക്ക് അറിയണം. എന്താണ് നമ്മൾ രക്ഷാനുഭവത്തിന് വേണ്ടി? രക്ഷാനുഭവം എന്ന് പറഞ്ഞാൽ എന്താണ്? രക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? ക്രിസ്തു തന്നെയാണ്. അതാണ് നമ്മൾ ലൂക്ക 2:30 എപ്പോഴും വായിക്കുന്നത്. സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ക്രിസ്തുവിനെ, ഉണ്ണീശോയെ ശമയോൻ എന്ന ദീർഘദർശി കയ്യിലെടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന് കൊടുക്കുന്ന നോട്ടാണത്. എന്താണ്?
ഇനി ഈ ദാസനെ സമാധാനത്തോടെ പറഞ്ഞു വിടണമേ. അത് മരിക്കാനായിരിക്കില്ല, 90 വയസ്സുള്ള ആളാണ്. ഈ ആളെ കാണാൻ വേണ്ടി വെച്ചുകൊണ്ടിരുന്നതാണ് ദൈവം. കാര്യം ഈ പ്രഘോഷണത്തിനൊരു പ്രശ്നമുണ്ട്. ഈ പ്രഘോഷണത്തിനൊരു പ്രശ്നമുണ്ട്. പ്രഘോഷണം ഒരേ സമയം തന്നെ പരിചയപ്പെടുത്തലാണ്. മനസ്സിലായില്ലേ? ഈ പ്രഘോഷണം ഒരേ സമയം തന്നെ ഉദ്ദേശിക്കുന്നത് എന്താണ്? പരിചയപ്പെടുത്തലാണ്. ഇപ്പം ഈ പ്രഘോഷണം ആർക്കും കയറി പ്രഘോഷണം ചെയ്യാൻ പറ്റത്തില്ല. അതിന് ദൈവത്തിൻ്റെ ഒരു മുദ്രയൊക്കെ വേണം. അതുകൊണ്ട് നമ്മളെപ്പോഴും അതുകൊണ്ട് ശിമയോനെ വെച്ചുകൊണ്ടിരുന്നതാണ്. മരിക്കാൻ പോയിരുന്നു, നേരത്തെ വെന്റിലേറ്ററിൽ കിടന്ന ആളാണ്. ദൈവം അങ്ങനെ ജീവൻ കൊടുത്തിട്ടിരിക്കുകയാണ്. എന്തിനാണ്? ഇയാളെപ്പോലെ യോഗ്യതയുള്ള ആൾ ക്രിസ്തുവിനെ പരിചയപ്പെടുത്താൻ ആളില്ല. അതുകൊണ്ട് ഈ മനുഷ്യന് വയസ്സ് 90-95 കഴിഞ്ഞെങ്കിലും വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? അതാണ് പറയണത്, ഇനി ഈ ദാസനെ സമാധാനത്തോടെ വിട്ടയക്കണമേ. പിടിച്ചു വെച്ചോണ്ടിരിക്കുന്ന വിട്ടയക്കണം എന്നല്ല സമയം പറയണത്. ഇനി ഈ ദാസൻ എന്ന് വായിച്ചത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്ക 2:29. കർത്താവേ അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. അപ്പം പിടിച്ചു വെച്ചുകൊണ്ടിരിക്കരുതെന്ന് മനസ്സിലായില്ലേ? പിടിച്ചു വെച്ചുകൊണ്ടിരിക്കരുതെന്ന് ഇയാളാ. എന്തിനാണ്? ഈ ആൾ മാത്രമേ ആ തലമുറയിൽ ക്രിസ്തുവിനെ പരിചയപ്പെടുത്താൻ പറ്റിയ ആളുള്ളൂ. അത് ഭയങ്കര സീരിയസ് വിഷയമാണ്. നമ്മൾ ഈ ഉടമ്പടി എടുത്തിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം, ക്രിസ്തുവിനെ പരിചയപ്പെടുത്താൻ പറ്റിയ ഒരു ക്വാളിറ്റേറ്റീവ് ചേഞ്ച് ഉണ്ടാകണം. എല്ലാവർക്കും ക്രിസ്തുവിനെ പരിചയപ്പെടുത്തിയാൽ ഏക്കത്തില്ല. എല്ലാവരും ക്രിസ്തുവിനെ പരിചയപ്പെടുത്തിയാൽ ഏക്കത്തില്ല. അപ്പം നമ്മുടെ മുമ്പിലുള്ള ഉടമ്പടി ഉയർത്തുന്ന ഒരു വെല്ലുവിളി, നമ്മൾ തന്നെ ക്രിസ്തുവിനെ പരിചയപ്പെടുത്താനുള്ള ഒരു അഭിഷേകം മേടിക്കണം. കാര്യം കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ദൈവവചനം കേൾക്കുന്നതിന് അവിടെ അധരങ്ങൾ തുറന്നുവന്ന്. ദൈവവചനം കേൾക്കുന്നതിന് ഈ എമ്മാവസ്ഥയ്ക്ക് പോയ ശിഷ്യന്മാരുടെ ഭാഗങ്ങളിലെ കർത്താവിൻ്റെ വചനം കേൾക്കുന്നതിന് അവിടെ അന്തരംഗത്തെ തുറക്കുന്നുണ്ട്. നമ്മൾ ഈ ശിമയോനെ പോലെ ഒരു ദൈവത്തിൻ്റെ ഒരു പ്രത്യേക അഭിഷേകം നമ്മൾ നേടിയെടുക്കണം. അത് നമുക്കിപ്പോൾ അറിയാമെന്നും പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം, പക്ഷേ ഫലമുണ്ടാകുന്നത് വേറൊരു വിഷയമാണ്. ഫലമുണ്ടാകണമെന്നുണ്ടെങ്കിൽ നമുക്കതിനുള്ള അഭിഷേകം കിട്ടണം. അതിനുള്ള അഭിഷേകം അത് നമ്മൾ ആർജിക്കണത് നമ്മളുടെ ദൈവസ്നേഹത്തിൽ നിന്നാണ് ആർജിക്കണത്. വിശ്വാസത്തിൽ നല്ല ആർജിക്കണത്. വിശ്വാസം അതിൻ്റെ ഒരു ആദ്യ പടിയാണ്. വിശ്വാസം വർദ്ധിച്ചു കഴിയുമ്പോൾ പിന്നെ പ്രത്യാശയിലേക്ക് വളർന്നിട്ട് വ്യക്തിക്ക് ഈശോയോട് പ്രത്യേക സ്നേഹം തോന്നും. ഈ സ്നേഹം തോന്നുമ്പോൾ ഈശോ കൊടുക്കുന്ന ഒരു വരമാണ് ഇത് മറ്റുള്ളവരോട് പറയാനുള്ള ഒരു അനുഗ്രഹം. പറഞ്ഞാൽ അവരത് സ്വീകരിക്കും, ഉടനെ സ്വീകരിക്കാം. ചില ആൾക്കാർക്ക് അതിനുള്ള ഭയങ്കര കഴിവാണ്. അവർ 2-3 വാക്ക് പറയുമ്പോൾ തന്നെ നമുക്ക് വിശ്വാസം ഉണ്ടാവും. അതവർക്ക് അഭിഷേകം കിട്ടിയിട്ടാണ്. ലൂക്ക 24:45. ലൂക്ക 24:45. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം. അതാണ് വിഷയം. എന്താണ് അതിനേറ്റ് പറഞ്ഞേ? വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. അതാണ് വിഷയം. ശിമയോൻ ഇങ്ങനെ ഒരു കാറ്റഗറിയിലുള്ള ആളാണ്. ശിമയോനാണ് ഈശോനെ ഒഫീഷ്യലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണത്. ആർക്കും കയറി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഒഫീഷ്യൽ ഇൻട്രൊഡ്യൂസറാണ്. ഈ ഒഫീഷ്യൽ ഇൻട്രൊഡ്യൂസറിനെ ദൈവം 95 വയസ്സ് വരെ സൂക്ഷിക്കുകയാണ്. അതാണ് പറയണത്. അങ്ങേർക്ക് വാർദ്ധക്യത്തിൻ്റെ എല്ലാ ആവശ്യതയും ഉണ്ട്. അങ്ങേര് ചത്തതിനൊക്കെ ജീവിച്ചിരിക്കുകയാണ്. എത്രയും വേഗം ദൈവം എന്നെ വിളിച്ചാന്ന് പറഞ്ഞിരിക്കുന്ന ആളാണ്.
ഇത്രയും വേഗം പോകാൻ വേണ്ടി എന്നെ വിളിച്ചാൽ മതി, വിളിക്കണില്ല. അപ്പോൾ ദൈവം പറഞ്ഞു, നിൽക്ക് വരട്ടെ, ഒരാൾ വരാറുണ്ട്. അയാളെ പരിചയപ്പെടുത്താൻ വേറെ ഈ തലമുറയിൽ ആരും ഇല്ല, നീയേ ഉള്ളൂ. അവിടെ നിൽക്ക്, ബഹളം ഉണ്ടാക്കല്ലേ, ധൃതി ഉണ്ടാക്കല്ലേ. അപ്പോൾ ആദ്യം വന്നിട്ട് ഇയാളെ ദേവാലയത്തിൽ വരുമ്പോൾ, ഉണ്ണീശ്വരനെ കൊണ്ട് മാതാവ് ദേവാലയത്തിൽ വരുമ്പോൾ ശിമയോനവിടെ ഉണ്ട്. ശിമയോൻ ഉണ്ണിയെ കയ്യിൽ വാങ്ങിക്കുന്നുണ്ട്. എന്നിട്ട് ശിമയോൻ പിന്നീട് തന്നോട് പറഞ്ഞ എല്ലാ കാര്യവും പറയും. എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്ന ഭയങ്കര വർത്തമാനമാണത്, വല്ലാത്ത വർത്തമാനമാണ്. എന്ന് പറഞ്ഞ് എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ, എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ. എല്ലാ മനുഷ്യരും അംഗീകരിച്ചില്ലെങ്കിലും ദൈവത്തിന് വേറെ ഒരു സെക്കൻഡ് ഓപ്ഷൻ ഇല്ല. എല്ലാത്തിനും പ്ലാൻ ബി ഇല്ലേ? എല്ലാ കാര്യങ്ങൾക്കും പ്ലാൻ ബി ഉണ്ട്. ഇപ്പം ഖുമേനിയെ ഇപ്പം സദ്ദാം ഹുസൈൻ അത് കൊന്നു കളഞ്ഞപ്പോൾ ആ രാജ്യം അസ്തമിച്ചു പോയി. അപ്പോൾ ഇറാൻകാർക്കത് മനസ്സിലായി, ഖൊമേനിയെ തട്ടു എപ്പോഴായാലും, പക്ഷേ രാജ്യം അസ്തമിക്കരുത്. അതുകൊണ്ട് ഇറാൻ അവർ 33 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ട് 33 മലകളുടെ അടിയിൽ സ്വന്തമായിട്ട് സൈനിക കമാൻഡ് കൊടുത്തിട്ട് എങ്ങാനും പ്രസിഡൻ്റ് തട്ടിപ്പോയാൽ അപ്പോഴെല്ലാവരും പ്രസിഡൻ്റ് ആകണമെന്ന് പറഞ്ഞിരിക്കണേ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാം, സ്വന്തമായിട്ട് യുദ്ധം ചെയ്യാം. അതാണ് പ്ലാൻ ബി എന്ന് പറയണത്. പ്ലാൻ ബി, ആ പ്ലാൻ ബി ആണ് ഇപ്പോൾ വർക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പല ശക്തൻ രാജ്യങ്ങളും വെള്ളം കുടിക്കേണ്ട കാര്യം അതാണ്. പ്ലാൻ ബി വർക്ക് ചെയ്യുകയാണ്. എവിടുന്ന് എപ്പം മിസൈൽ വരുമെന്ന് ആർക്കും അറിയാൻ പറ്റത്തില്ല. പക്ഷെ ദൈവം രക്ഷയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു പ്ലാൻ ബി വെച്ചിട്ടില്ല. അതാണ് പ്രശ്നം. വെദർ യു അഡ്മിറ്റ് ഓർ നോട്ട്, ദാറ്റ് ഈസ് യുവർ പ്രോബ്ലം. അത് ദൈവത്തിൻ്റെ പ്രശ്നമല്ല. നിങ്ങളത് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ, അത് നിങ്ങളുടെ ശാപമോ അനുഗ്രഹമോ ആണ്. മറിച്ച് ദൈവം ഒരു പ്ലാൻ ബി വെച്ചിട്ടില്ല, പ്ലാൻ എ മാത്രമേ ഉള്ളൂ. അതാണ് എന്താ പറയണത്, എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന, പറഞ്ഞേ, എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന, അത് ഒന്നുകൂടി അർത്ഥം പറഞ്ഞേ, എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഈ ദാസനെ എൻ്റെ ദൗത്യം തീർന്നു. അതുകൊണ്ട് ഇനി എന്നെ സമാധാനത്തിലൂടെ നീ എന്നെ തിരിച്ച് വിളിക്കണം. ശിമോൻ്റെ വിശ്വാസമൊക്കെ എന്നാ ഒരു വിശ്വാസമാണ്. തിരിച്ചു വിളിക്കാൻ അങ്ങോട്ട് പറയുകയാണ്, എൻ്റെ ദൗത്യം തീർന്നു, ഇനി എന്നെ സമാധാനത്തോടെ അങ്ങ് തിരിച്ച് വിളിക്കണമേ. പക്ഷെ സമയം പറയണേ എന്താ, ഈ ശിശു എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷയാണ്. ഇപ്പം രക്ഷ എന്ന് പറയുന്ന ഈ സിംഗിൾ പ്ലാൻ എന്താ വിഷയം? അതെന്താണ്? നമ്മൾ യേശു കർത്താവാണെന്നുള്ളതാണ്. യേശു കർത്താവാണ്. പിന്നെന്താണ് നമ്മൾ ഏറ്റുപറയണ എന്ത് സംഭവമാണ്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും, പിന്നെന്താണ്, ദൈവം അവനെ മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യും. അപ്പം ഹൃദയം ഇതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഹൃദയത്തിൻ്റെ ജോലി എന്താ? ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കണ മാത്രമല്ല, ഹൃദയത്തിന് വേറെ ഒരു ജോലിയുണ്ട്. എന്താ ഹൃദയത്തിൻ്റെ ജോലി? ദൈവം അവന് മരിച്ചോ ഉയർപ്പിക്കണം. അതാണ് വിഷയം. ഹൃദയത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് ബയോളജിക്കൽ ഫങ്ഷനാണ് മിടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. മിടിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ സ്പിരിച്വൽ ഫങ്ഷൻ എന്താ? ഹൃദയത്തിനൊരു ആധ്യാത്മികമായ ദൗത്യമുണ്ട്. അതെന്താണ്? ദൈവം അവനെ മരിച്ചോ ഉയർപ്പിക്കുക. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. രക്ഷക
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഈ ഹൃദയത്തിൻ്റെ ദൗത്യമില്ലേ, സ്പിരിച്വൽ ഫങ്ഷൻ, ആധ്യാത്മിക ദൗത്യം, ഹൃദയത്തിൻ്റെ ബയോളജിക്കൽ ദൗത്യം എന്താണെന്ന് പറഞ്ഞത്, ജീവശാസ്ത്രപരമായ ദൗത്യം, അതൊരു മോട്ടറാണ്. ആ മോട്ടറാണ് ബ്ലഡ് പമ്പ് ചെയ്യണത്. അതാണ് ദൗത്യം. പമ്പിങ് നടത്താൻ വേണ്ടിയാണ് തലച്ചോറ് തൊട്ട് താഴെ വരെ ഇത് പമ്പി നടത്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ബയോളജിക്കൽ ദൗത്യം അതാണ്. ഹൃദയത്തിൻ്റെ ആധ്യാത്മിക ദൗത്യം എന്താണ്? യേശു കർത്താവാണെന്ന് ഏറ്റുപറയുക എന്നാണ് ഹൃദയം. പിന്നെ എന്താണ്? ദൈവം അവനെ മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന്. അതാണ് ഹൃദയത്തിൻ്റെ പക്കാ ദൗത്യം എന്ന് പറയുന്നത്. ദൈവം അവനെ മരിച്ചെന്ന് ഉയർപ്പിച്ചു. അതുകൊണ്ടാണ് ദൈവവചനം കേൾക്കുന്നതിന് അവിടെ ഹൃദയത്തെ അവൻ 24:45 വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്കാ 24:45 വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം. അതാണ് വിശുദ്ധ ലിഖിതങ്ങൾ. ഏറ്റവും പറഞ്ഞേ, വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. അപ്പം ഹൃദയം ഇങ്ങനെ തുറക്കണതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കുകയാണ്. വിശുദ്ധ ലിഖിതങ്ങൾ എന്താ ഗ്രഹിക്കേണ്ടത്? ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചു. അതാണ് സംഭവം. അതാണ് രഹസ്യം. വിശുദ്ധ ലിഖിതങ്ങൾ രഹസ്യം അതാണ്. എന്താണ് ഇപ്പം ഈശോ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ നാടുവിട്ട് പോയ പാർട്ടിയാണേ. എമ്മാവൂസിലേക്ക് ലൂക്കാ 24:45 വായിച്ചില്ലേ? ആ 2 കക്ഷികളെ, ക്ലയോഫാസും വേറൊരു ശിഷ്യനും കൂടി പോവുകയാണ്, എമ്മാവൂസിലേക്ക് പോവുകയാണ്. എന്താ സംഭവിച്ചിരിക്കണത്? നാട് വിട്ടുപോയ കക്ഷികളാണ് ഇവർ. എന്തിനാണ് നാട് വിട്ടുപോയത്? ഇവർ ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്ന് മാത്രം ഓർത്തുകൊണ്ട് എല്ലാം തീർന്നുവെന്നും പറഞ്ഞ് പോയ ആൾക്കാരാണ്. ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്ന് മാത്രം അറിയാം അയാൾക്ക്. അതായത് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, ക്രൂശിൽ മരിച്ചു. അവർ ഒരു പൊളിറ്റിക്കലായിട്ട്, രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രത്യാശ പ്രകടിപ്പിച്ച് യഹൂദന്മാരെ റോമാക്കാരിൽ നിന്ന് രാഷ്ട്രീയമായിട്ട് മോചിപ്പിക്കുമെന്നൊക്കെ വിചാരിച്ച ആൾ മരിച്ചു. അപ്പോൾ അവരുടെ രാഷ്ട്രീയ സ്വപ്നം തകർന്നു. അവർ നാട് വിട്ടു പോവുകയാണ്, എമ്മാവൂസിലേക്ക് പോവുകയാണ്. അവർ പോകുമ്പോൾ ആണ് ഒരു വഴിയാത്രക്കാരൻ കൂടെ കൂടുന്നത്. ആ വഴിയാത്രക്കാരൻ കൂടെ കൂടിയിട്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ദുഃഖിതരായിരിക്കണത്, എന്തിനാണ് നാട് വിട്ട് പോണത് എന്നൊക്കെ ചോദിച്ച് ഇവരെ കൗൺസിൽ ചെയ്യണമാണ് ഇവരെ. അപ്പോൾ അവർ കാര്യങ്ങളൊക്കെ പറയും. ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ലാത്തയാൾ, നീ ഈ നാട്ടുകാരനല്ലേ എന്ന് ചോദിക്കും വഴിയാത്രക്കാരനോട്. ഈ നാട്ടുകാരൻ. അപ്പോൾ ഈശോ അറിയാത്ത മട്ടും ചോദിക്കും, എന്ത് സംഭവമാണ്? അപ്പോൾ ഇങ്ങനെ പറയും, ഞങ്ങളുടെ നസ്രായന യേശു മനുഷ്യരുടെ മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും മിശിഹ രക്ഷകനായിട്ട് ഞങ്ങൾ കരുതി. പക്ഷെ ഞങ്ങളുടെ പുരോഹിതന്മാർ, അധികാരികളും അവനെ കൊന്നു. ഇത് 3-ാം ദിവസമാണ്. അപ്പോഴാണ് ഈശോ ഒരു ചോദ്യം ചോദിക്കണത്. എന്താ ചോദിക്കണത്? വിശുദ്ധ ലിഖിതങ്ങൾ അറിയാത്ത മന്ദബുദ്ധികളെ. അതാണ് വിഷയം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ. ലൂക്കാ 24:25 അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ. അപ്പോൾ ഈ സഹനം പറഞ്ഞിട്ട് ഉടനെ എന്താ പറയണത്? മിശിഹ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ. അപ്പോൾ എന്താണ് ചോദ്യം? ഹൃദയം മന്ദീഭവിച്ചിരിക്കുകയാണ്. ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരമമായ പ്രവാചക രഹസ്യങ്ങളും വെളിപാടുകളും അറിയാത്തവരെ
അറിഞ്ഞിട്ട് അംഗീകരിക്കാത്തവരെ ബൈബിള് മന്ദബുദ്ധികളെന്നാണ് വിളിക്കണം. മന്ദബുദ്ധികളെ എന്ന് വിളിച്ചാൽ കേട്ടില്ലേ? മന്ദബുദ്ധികളെ. എന്താണ്? ക്രിസ്തു ഇതെല്ലാം സഹിച്ച് ബൈബിൾ വായിക്കണേ എന്തിനു വേണ്ടിയാ? ബൈബിൾ വായിക്കണ ബൈബിൾ ക്വിസിന് പങ്കെടുത്തിട്ട് സ്റ്റേറ്റിൽ 1ാം റാങ്ക് മേടിക്കാനാണ്. ബൈബിളൊക്കെ ഈ രീതിയിലാണ് ഇപ്പോൾ പഠിപ്പിക്കണമെന്നേ ഉള്ളൂ. ബൈബിൾ ക്വിസിനുള്ളതല്ല. ബൈബിള് രക്ഷയുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കി അല്ല പദങ്ങൾ ഓർത്തിരിക്കാൻ. ഞങ്ങളെ പണ്ട് ഞാൻ ഫിലോസഫിയിൽ 1ാം കൊല്ലം ചെല്ലുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ദി ബൈബിൾ എന്നും പറഞ്ഞൊരു കോഴ്സ് ഉണ്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് ദി ബൈബിൾ. അപ്പം ഞാനാണെങ്കിൽ ഇങ്ങനെ ബൈബിള് പഠിക്കാൻ വേണ്ടി കൊതിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ബൈബിളിൽ ഡോക്ടറേറ്റ് എടുത്തൊരു അച്ഛൻ വന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ദി ബൈബിൾ പഠിപ്പിക്കും. അപ്പോൾ പഠിപ്പിക്കണത് എന്താണ്? ലേക്ക് കുലയെന്ന് പറഞ്ഞ തടാകമുണ്ട്. അതിൽ നിന്നാണ് ജോർദാൻ നദി വരണത്. അതിൻ്റെ അകത്ത് ഇത്ര ഗാലം വെള്ളമുണ്ടെന്ന്. ഞാൻ തന്നെ ഒരു മണ്ണാങ്കട്ട വല്ല കഥയുണ്ട്. വെറുതെ ഇവിടെ വന്ന് പണി മേടിച്ചല്ലെന്ന് ഓർത്ത്. ഇതല്ല ബൈബിള്. ബൈബിളെന്ന് പറയുന്നത് ജിയോഗ്രഫി അല്ല. അതിൻ്റെ പിന്നിലെല്ലാം കടന്നു പോകുന്ന ദൈവികമായ പദ്ധതിയുണ്ട്. മന്ദബുദ്ധികളെ, പ്രവാചക വചനങ്ങൾ മനസ്സിലാക്കാൻ കഴിവില്ലാതിരുന്നവരെ എന്താണ്? ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കരയേറേണ്ടത് ആവശ്യമായിരുന്നില്ലേ? അപ്പം ചില സഹനങ്ങൾ നമുക്ക് ആവശ്യമാണെന്നുള്ളതാണ് ബൈബിളിൻ്റെ ഒരു നിലപാട്. നമ്മൾ തട്ടിക്കളയാൻ നോക്കേണ്ട കാര്യമില്ല. ചില സഹനങ്ങളെ തട്ടിക്കളഞ്ഞാൽ പോണ സഹനങ്ങളുണ്ട്, പോകാത്ത സഹനങ്ങളുണ്ട്. സഹനങ്ങളെ 2 തരത്തിൽ നമുക്ക് തിരിക്കാം അല്ലേ? സഹനങ്ങളെ 2 തരത്തിൽ തിരിക്കാം. തട്ടിക്കളഞ്ഞാൽ പോകുന്ന സഹനങ്ങൾ. അങ്ങനെ പോകുന്ന സഹനങ്ങളെ തട്ടിക്കളയണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. തട്ടിക്കളഞ്ഞാലും പോകാത്ത സഹനങ്ങളുണ്ട്. അതെന്തിനുള്ളതാണ്? അത് മഹത്വത്തിനുള്ളതാണ്, നിത്യതയ്ക്ക് വേണ്ടിയുള്ളതാണ്. അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം എടുക്കാൻ. സഹനം 2 വിധമാണ്. തട്ടിക്കളഞ്ഞാൽ പോകുന്ന സഹനങ്ങളുണ്ട്, തട്ടിക്കളഞ്ഞാലും പോകാത്ത സഹനമുണ്ട്. ഈ തട്ടിക്കളഞ്ഞാലും പോകാത്ത സഹനങ്ങൾ ഈശോ തട്ടി വീഴുന്നൊരു വീഴ്ച ഉണ്ട്. ഗെത്സേമനിൽ വെച്ച് പിതാവേ സാധ്യമെങ്കിൽ, അതാണ്. അപ്പോൾ സാധ്യമാകാത്തത് കൊണ്ട് സാധ്യമാകുന്ന സഹനങ്ങളുമുണ്ട്. സഹനം 2 വിധമുണ്ടെന്ന് ആരാ നമ്മളോട് പറയണത്? ഈശോ തന്നെ പറഞ്ഞത് അല്ലേ? ഈശോ എന്താ പറഞ്ഞത്? പിതാവേ സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ. അപ്പോൾ എന്താണ്? സാധ്യമല്ലെങ്കിൽ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അപ്പോൾ ഈ സാധ്യമല്ലാത്ത സഹനങ്ങൾ, മാറ്റിക്കളയാൻ സാധ്യമല്ലാത്ത സഹനങ്ങളെയാണ് എന്തിനെടുക്കണത്? നമ്മൾ എന്തെന്ന് വിളിക്കണത്? കുരിശെന്ന് വിളിക്കണത്. പിടികിട്ടണ്ട. തട്ടിക്കളഞ്ഞാൽ അപ്പോഴേ ഈ കുരിശ് ആര് നിശ്ചയിക്കും? ദൈവം നിശ്ചയിക്കും. നമ്മളും നിശ്ചയിക്കുമ്പോൾ കുരിശാവും. അതാണ് വിഷയം. ദൈവം നിശ്ചയിക്കും. ദൈവമാണല്ലോ ഈശോയ്ക്ക് കുരിശ് നിശ്ചയിച്ചിരിക്കണത്. അതിനോട് അത് കുരിശായിട്ട് ഈശോയ്ക്ക് തോന്നുന്നത് എപ്പോഴാണ്? ഈശോയും അത് കുരിശായിട്ട് അംഗീകരിക്കും. അവിടെ വെച്ചാണ് കുരിശിന് അഭിഷേകം കിട്ടുന്നത്. നമുക്ക് കുരിശിന് അഭിഷേകം മേടിക്കാൻ പറ്റും. ഇപ്പം ചില ഭാര്യമാർ ഇവിടെ വന്നിട്ട് എന്നോട് പറയും, അപ്പോൾ അവിടുന്ന് ചീട്ട് വാങ്ങിക്കും. രേഖ വേണമല്ല, രേഖ വേണമല്ല. അവിടുന്ന് നിങ്ങൾ പറയുന്ന കാര്യത്തിന് ആൾക്കാരെ രേഖ കാണിക്കണ്ടേ? എനിക്ക് ആ രേഖ മാതാവിനെ കാണിക്കാൻ വേണ്ടിയുള്ളതാണ്. ചിലതിന് രേഖ ഉണ്ടാകത്തില്ല. അപ്പോൾ ഞാൻ ചീട്ട് നോക്കും, രേഖ ഒന്നും ഇല്ലേ? ചീട്ട് നോക്കുമ്പോൾ ഭർത്താവിൻ്റെ സംശയത്തിൽ എന്ത് രേഖ കിട്ടാനാണ്? ഭർത്താവിൻ്റെ സംശയമാണ് പ്രശ്നം. അതിന് രേഖ ആര് തരും? അങ്ങനെ തരുക. അതാണ് പ്രശ്നം. ഇവർ തരുമെന്ന് വെച്ചാൽ സംശയം ഇവർക്കാണ് അവർക്കാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അപ്പോൾ അതിന് രേഖയില്ല. ഇപ്പം ഇവരാണ് പറയണത് ഭർത്താവിന് സംശയ രോഗമാണെന്ന്. ഇതിൻ്റെ വിഷയം ഭർത്താവിന് അവിശ്വസ്തത ഉണ്ടെന്ന് പറയും, വേറെ സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയും. അതിന് രേഖ ഉണ്ടാ? രേഖയില്ല. എങ്ങാനും ആസ്തികൾ അറിയണമെങ്കിൽ ഇവരെ ജയിലിൽ കയറ്റും, മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. അതിന് രേഖയില്ല. അപ്പം രേഖയില്ലാത്തൊരു സഹോദരമായിട്ടാണ് ചേട്ടത്തി എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. ഞാൻ ചോദിച്ച്, ചേട്ടത്തി ചേട്ടൻ വേറെ പെണ്ണുങ്ങളുടെ കൂടെ നടക്കണല്ലേ? ആണച്ചാന്ന് പറയും. ഞാൻ ചോദിച്ചു, ചേച്ചിക്ക് എത്ര വയസ്സുണ്ട്? 57. ഞാൻ പറഞ്ഞു, എവിടെയെങ്കിലും നടക്കട്ടെ.
എവിടെയെങ്കിലും നടക്കട്ടെ. ഈ 57 വയസ്സുകാരനെ ഇനിയിപ്പോൾ നന്നാക്കി എടുത്തിട്ട് എന്നാ കാണിക്കാനാണ്? നല്ല കാര്യം. നിങ്ങൾ എത്ര കാലമായി കല്യാണം കഴിച്ചിട്ട് എൻ്റെ അച്ഛാ 20 വയസ്സ് കല്യാണം കഴിച്ചാണ്. ഞാൻ പറഞ്ഞു ഈ സ്വഭാവം ഇപ്പോഴുണ്ടെങ്കിൽ അപ്പോഴുണ്ടാകത്തില്ലേ? ചില കുരിശുകളെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അയാളുടെ സൈക്കോളജിക്കൽ പ്രോബ്ലമാണത്. നമുക്ക് സൈക്കോളജി പ്രോബ്ലം അല്ല, നമുക്ക് കുടുംബ പ്രശ്നമാണെങ്കിലും ശാസ്ത്രദൃഷ്ടിയ അയാൾ സൈക്കോളജിക്കൽ പ്രോബ്ലക്കാരനാണ്. അയാൾ നന്നാകാൻ ഭയങ്കര പാടാണ്. നമ്മളെന്താ ചെയ്യേണ്ടത്? ഇതുപോലെയുള്ള അവതാരങ്ങൾ എല്ലാ കുടുംബങ്ങളിലും ഒരു 100 കുടുംബത്തിന് ഒരാൾ വെച്ചുണ്ട്. ചില ചേച്ചിമാർ വളരെ സുന്ദരമായിട്ട് വിഷയം കൈകാര്യം ചെയ്യും. ഇങ്ങനൊരു വിഷയമുള്ളതാണ്, എനിക്കും അറിയാൻ പാടില്ല, അയാൾക്കും അറിയാൻ പാടില്ല, ജീവിക്കും. അതൊരു ഇഷ്യൂ ആക്കാൻ നോക്കത്തില്ല. അയ്യോ എന്തുമാത്രം നല്ല മനുഷ്യരാണെന്നറിയാം ഈ ലോകത്തുള്ളത്. അതൊരു ഇഷ്യൂ ആക്കാൻ നോക്കത്തില്ല. അതൊരു മാനസികമായ അവറേഷൻസ് എന്ന് പറയും. അത് വ്യതിചലനങ്ങൾ, ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറാണത്. പേഴ്സണാലിറ്റി ഡിസോർഡർ ചില ആൾക്കാർക്ക് ഉണ്ടാകും. അവർക്കൊന്നും മുതലാകത്തില്ല. നിങ്ങൾ പറയണത് ശരി, അത് വൈകാരികമായ കുടുംബപരമായ കാര്യമാണ്. പക്ഷേ ഈ കുടുംബപരമായ വൈകാരിക കാര്യമാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യാവുന്നല്ലാതെ അയാൾക്ക് മാറ്റം ഉണ്ടാകത്തില്ല. കാര്യം മനസ്സിലായില്ലേ? അതാണ് വിഷയം. പിന്നെ എന്തു ചെയ്യും? നമ്മളതിനെ ദൈവനാമത്തെ ബുദ്ധിപരമായിട്ട് എടുക്കും. ഈ കുരിശ് അയാളുടെ പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. അയാൾക്കൊരു മാനസിക രോഗമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ എടുക്കും അത്? ഒരാൾക്കൊരു മാനസിക രോഗമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ എടുക്കും അത്? മാനസിക രോഗം ചിലപ്പോൾ സുഖപ്പെടാൻ പറ്റത്തില്ലായിരിക്കും. അപ്പോൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും അത്. എന്നാൽ പിന്നെ ഇതെന്താ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്? ഇത് ഒരു മാനസിക രോഗമാണ്, അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എന്താണ് അറിയാം, ഞാനിങ്ങനെ ഉപദേശിക്കാൻ കാരണത് ഞാൻ പറയണത് ശരിയായത് കൊണ്ടല്ല. ദൈവദൃശ്യന് തെറ്റാണ്. പക്ഷെ തെറ്റായത് കൊണ്ട് ഈ ചേടത്തി രക്ഷിക്കാൻ പറ്റത്തില്ല. ഈ ചേടത്തി എന്താ ചെയ്യേണ്ടത്? ഈ കുരിശ് വെച്ച് ഇത് കൃപയാക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചാണ് ഞാൻ അവർക്ക് അൾത്താരെ പറഞ്ഞു കൊടുക്കേണ്ടത്. അവിടെ സൈക്കോളജിക്കൊന്നും വില പോകത്തില്ല. അവിടെ സൈക്കോളജി പറയേണ്ട ആവശ്യമില്ല. അൾത്താരയിൽ സൈക്കോളജി പറയേണ്ട കാര്യമില്ലല്ലോ. അത് കൗൺസിലിംഗ് റൂമിലാണ് പറയേണ്ടത്. അൾത്താരെ പറയേണ്ടത് എന്താണ്? ഇതൊരു മാറ്റാൻ പറ്റാത്ത കുരിശാണെന്ന് ആധ്യാത്മിക ഗുരുവിന് തോന്നിയാൽ ഈ കുരിശിനെ കൈകാര്യം ചെയ്ത് കൃപയാക്കാനുള്ള സാധ്യതയാണ് ഞങ്ങൾ അൾത്താരയിൽ അന്വേഷിക്കുന്നത്. അതിന് ഇവർക്ക് പറ്റുവാന്ന് നോക്കൂ. ഇവരെ എന്തുമാത്രം പറ്റുമെന്ന് നോക്കൂ. കാര്യം ഇവർക്ക് ചിലർക്കാണെങ്കിൽ ഈ കുരിശിനെ കൺവേർട്ട് ചെയ്ത് കൃപയാക്കാൻ ഭയങ്കര കഴിവാണ്. അങ്ങനെയുള്ളവരുമായിട്ട് ഞാൻ സമയം കൊടുക്കും. അവർക്ക് ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് കൊടുത്തിട്ട് അവർക്ക് വീണ്ടും കൊടുക്കും. ചിലർക്ക് ചീട്ട് കൊടുത്ത് വിടും. ഞാൻ വാങ്ങിച്ച ചീട്ട് തിരിച്ചു കൊടുക്കും. നമുക്ക് ഇനിയും കാണാമെന്നൊക്കെ പറഞ്ഞു വിടും. എന്താ കാര്യം? ഇവർക്ക് ഗ്രോത്ത് ചെയ്യാൻ സാധ്യതയുണ്ട്. വചനം എന്താ കിടക്കണത്? മിശിഹ എന്താ പറയണത്? ഇതെല്ലാം സഹിച്ച്, അതാണ് ഇതെല്ലാം എന്ന് പറയുമ്പോൾ കുറേ സഹനമുണ്ട്. ഒരു സഹനമായിട്ട് വരത്തില്ല. ഒരു സംശയ രോഗിയുടെ സഹനം എന്ന് പറയുമ്പോൾ സംശയം മാത്രമല്ല സഹനം. അയാൾ പണിക്ക് പോകത്തില്ല, ആ കാശ് നമ്മുടെ വീട്ടിൽ തരത്തില്ല, നമ്മുടെ കടങ്ങൾ പരിഹരിക്കത്തില്ല, നമ്മളെക്കൊണ്ട് കടം മേടിച്ച് പുള്ളി ഭക്ഷണം കഴിക്കും, ആ കാശ് പുള്ളി കൊടുക്കത്തില്ല. എന്തെല്ലാം പ്രശ്നമാണ്. ഒരു സഹനമായിട്ട് ഒരിക്കലും വരത്തില്ല. ഒരു സഹനം, പല സഹനങ്ങൾ വരും. അതാണ് പറയുന്നത് മിശിഹ ഇത് എല്ലാം സഹിച്ച്, അല്ല ഒരു കാര്യമല്ലല്ലോ, ഇതെല്ലാം സഹിച്ച് എന്താ പറയണത്? വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? ഒരു സഹനമല്ല അതിൻ്റെ അകത്ത് വരണത്, പല സഹനങ്ങളാണ് വരണത്. ഇപ്പം മക്കളില്ല എന്ന് വിചാരിക്കും. ഇപ്പം മക്കളില്ല. അപ്പം നിങ്ങളെ ഓരോരോട് പറയും മക്കളില്ലല്ലോ. പിന്നെ ലോകത്തോളം എല്ലാവർക്കും മക്കളുണ്ടാ? പിന്നെ മക്കളുണ്ടായിട്ട് എന്താ പരിപാടി? മലവെക്കന്മാരെ വെട്ടിക്കൊള്ളാൻ കാണാൻ പാടില്ലേ എന്നൊക്കെ ചോദിക്കാമെങ്കിലും അതൊരു മാനുഷികമായ ചോദ്യമാണ്. മക്കളില്ലാത്തതിൻ്റെ വിഷമം മക്കളില്ലാത്തവർക്കേ മനസ്സിലാകത്തുള്ളൂ, മക്കളുള്ളവർക്ക് മനസ്സിലാകത്തില്ല. മക്കളില്ലാത്തവരുടെ ഒരു വിഷമം അല്ല അതിൻ്റെ വരുന്നത്, പല വിഷമങ്ങളാണ് ഉള്ളത്. എന്തുകൊണ്ടാണ് ആൾക്കാർ ദത്തെങ്കിലും എടുക്കാവുന്ന 45 വയസ്സിൽ വിചാരിക്കുന്നത്? അച്ഛാ 45 അടുത്ത കൊല്ലം 90 ദത്തെടുക്കാൻ പറ്റത്തില്ല. ഇപ്പം ഞങ്ങൾക്ക് 89, 2 പേരുടെ വയസ്സും കൂടി കൂട്ടിയാൽ 2 പേരുടെ വയസ്സും കൂടി കൂട്ടിയാൽ ഇപ്പോൾ 89 നിൽക്കുകയാണ്. അടുത്ത കൊല്ലം 90 2 പേരുടെയും വയസ്സ്. ദത്തെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അച്ഛൻ പറ ദത്തെടുക്കണ വേണ്ടേ എന്ന് പറയും. അപ്പം ഞാൻ മെസ്സേജ് എടുത്ത് പറയും ദത്തെടുക്കണമെന്ന് പറയും, എടുക്കണമെന്ന് പറയും. കാര്യം എന്താണ്?
അവരെന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ദത്തെടുക്കാൻ പറയണത്? അവിടെ മനസ്സിൽ ഒരു രഹസ്യ ദുഃഖം കിടക്കാനുണ്ട്. എന്താണ്? ഇപ്പം തന്നെ ഞങ്ങൾക്ക് മക്കൾ ഉണ്ടാവരുതെന്നും പറഞ്ഞാണ് അനിയനും ഭാര്യയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അവരിനി ഉടമ്പടി എടുത്തിട്ടുണ്ടാകുന്ന എനിക്കറിയത്തില്ല. ചേട്ടന് മക്കളുണ്ടാകല്ലേ എന്ന് പറഞ്ഞ് ഉടമ്പടി എടുത്തിട്ടുണ്ടാകുന്ന അറിയത്തില്ല. ഉടമ്പടി പല വിധമാണല്ല, നമുക്കറിയാൻ പറ്റത്തില്ല. ഓരോരുത്തരും വന്ന് എന്ത് പണിയാണ് ദൈവത്തിന് കൊടുക്കണമെന്ന് അറിയാൻ പറ്റത്തില്ലല്ല. ദൈവത്തിന് പണി കൊടുക്കാൻ പറ്റുന്നുണ്ട് ഉടമ്പടി എടുത്തിട്ട്. ചേട്ടായിക്ക് മക്കളില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓഹരി ഞങ്ങൾക്ക് കിട്ടും. അപ്പോൾ 2 ആമ്പളക്കളാണ് അനിയന്മാർക്കുള്ളത്. അപ്പോൾ അനിയന്മാർക്കുള്ളപ്പോൾ അനിയന് 2 ആമ്പക്കളുണ്ട്. അപ്പോൾ അവന്മാർക്ക് ചേട്ടൻ്റെ മക്കളില്ലാത്തതിൻ്റെ ഓഹരി കിട്ടുമല്ല. അപ്പോൾ എങ്ങനെ ഈ ചേച്ചി വിചാരിക്കണത്, ഈ അതിയാനെങ്ങാനും മരിച്ചു പോകണമെങ്കിൽ എനിക്ക് പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, അവർക്ക് എന്നെ വിഷമെങ്കിലും തന്ന് അവരെ തന്നെ കൊന്നുകളയും. ആ രഹസ്യ ദുഃഖം ആരോടെങ്കിലും പറയുക? അവർ പറയത്തില്ല. അവർക്ക് പേടിയായിട്ട് മനസ്സിൽ കിടക്കുകയാണ്, മക്കളില്ല. അപ്പോൾ അവർ ഭർത്താവിനോട് പോലും പറയത്തില്ല. നിങ്ങൾക്ക് എങ്ങനെ സംഭവിച്ചാൽ എന്നെ ഇവർ പൊറുപ്പിക്കത്തില്ലെന്ന് പറയുമ്പോൾ അയാൾ തിരിച്ചു ചോദിക്കും, അത് എനിക്കെന്തിനാണ് സംഭവിക്കണത്, നിനക്ക് സംഭവിച്ചാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ പണിയായില്ലേ. അതുകൊണ്ട് അയാളോട് പറയാൻ പറ്റത്തില്ല, നീ എന്തിനാണ് എൻ്റെ കാര്യം പറയണത്, നീ മരിക്കാൻ പാടില്ലേ ചിലപ്പോൾ, ഞാനാണ് ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യും, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയുമ്പോൾ നമ്മുടെ ദുഃഖം അയാൾക്ക് മനസ്സിലാകത്തില്ല. മനസ്സിലാകുമോ? ഇല്ല. ചേട്ടാ എങ്ങനെ മരിച്ചാൽ ഇവരെന്നെ പൊറുപ്പിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ തിരിച്ചുടനെ ചോദിക്കും, എന്താണ് ഇപ്പം ഞാൻ തന്നെ മരിക്കണം നിർബന്ധം എന്താ, നീയാൾ ആദ്യം മരിക്കണമെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണ ദുഃഖം ഭർത്താവിനും മനസ്സിലാകത്തില്ല. അപ്പോൾ ആരെയും പറഞ്ഞ് മനസ്സിലാക്കാത്ത കുറേ ദുഃഖങ്ങൾ, സ്വകാര്യ ദുഃഖങ്ങളുണ്ട്. ഉറപ്പല്ലേ? ഈ സ്വകാര്യ ദുഃഖങ്ങൾ ആരോട് പറയാനുള്ളതാണ്? ദൈവത്തോട് പറയാനുള്ളതാണ്. അതാണ് അവരെ പറയണത്. അപ്പം ഞാനാണെങ്കിൽ സീരിയസ് ആയിട്ട് മനസ്സിലാക്കിയ വിഷയം, ഞാൻ ചൂടാകണമെന്ന് പറഞ്ഞാൽ ചുമ്മാ കടലാസ് കാര്യങ്ങൾ ആൾക്കാരെ വന്ന് പറയുമ്പോഴാണ് ഞാൻ ചൂടാകണത്. അല്ല, എന്നോട് സീരിയസ് ആയിട്ട് കാര്യം പറഞ്ഞാൽ ഞാൻ സമയം കൊടുക്കും. അവർക്ക് എന്ത് തിരക്കാണെങ്കിലും സമയം കൊടുക്കും. ആ വിഷയം സീരിയസ് ആണെന്ന് കണ്ടാൽ കൊടുക്കും. നിങ്ങൾ എൻ്റെ വഴക്ക് മേടിക്കണത് നിങ്ങൾ പറയണ കാര്യം കടലാസ് കാര്യമാണ്, തന്നെയല്ല നിങ്ങളുടെ ഉടമ്പടി നിങ്ങൾ ഉഴപ്പാൻ വേണ്ടിയാണ്. ചില ആൾക്കാർ 2 കൊല്ലമായിട്ട് ഉടമ്പടി പുതുക്കിയിട്ടില്ല. ഇന്നലെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഇന്നലെ വന്ന് എന്നെ കാണാൻ നോക്കി. അപ്പോൾ എനിക്കറിയാൻ പറ്റും ഈ കാഴ്ചയേ ഉള്ളൂ, ഉടമ്പടി നീക്കി ജീവിക്കാൻ പോണില്ലെന്ന് പറയും. അപ്പോൾ ഞാൻ അവരെ പാക്ക് ചെയ്ത് കളയും. കാര്യം അവർ തട്ടിപ്പാണ്, അവരെ ഞാൻ പാക്ക് ചെയ്യും ഉടനെ. അപ്പോൾ അതാണ് ഈ ബഹളമൊക്കെ ആൾക്കാരൊക്കെ കേൾക്കണത്. ഈ ഫ്രോഡ് പാർട്ടി വരുമ്പോൾ പ്രശ്നം ഉണ്ടാവും. ഫ്രോഡ് പാർട്ടി അടുത്ത് വരുമ്പോൾ തന്നെ ഞാൻ വയലൻ്റ് ആകാൻ തുടങ്ങും. കാര്യം എന്താണ്? അത് ഫ്രോഡാണ്, ദൈവത്തിനെ പറ്റിക്കാൻ വേണ്ടി വരികയാണ്. അവൾ അതൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കണില്ല, പറ്റിപ്പ് പാർട്ടിയാണെന്ന് പറയുമ്പോൾ പറ്റിപ്പ്. അതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കണ ഈ മാനേജർമാർക്ക് വെച്ചാൽ അവിടെ മുമ്പിൽ കരഞ്ഞും കൂപിയും കാണും. ഈ പറ്റിപ്പ് പാർട്ടിക്ക് പരിപാടി ഉണ്ടല്ല, അവർ മിക്കവാറും എല്ലാ കാര്യത്തിനും കരയും. മകളുടെ കല്യാണത്തിനും കരയും, ഭർത്താവിനും മരണത്തിനും കരയും. ഈ സാധനം അൾത്താരെ വരുമ്പോൾ കർത്താവ് പറയും, സാധനം 12 കണ്ട പ്രത്യേക ജന്മമാണ്, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന് പറയും. പ്രത്യേക സൂക്ഷിച്ച് കൈകാര്യം. ഇപ്പം ഞാൻ ഈ സാധനത്തിന് നല്ലോണം നോക്കും, ഈ സാധനത്തിന് എങ്ങനെ ഇരിക്കണമെന്ന്, ഈ ഫ്രോഡ് എങ്ങനെ ഇരിക്കണമെന്ന്. ഉടമ്പടി 1 കൊല്ലമായിട്ട് ദൈവത്തിനെ പറ്റിച്ചിട്ട് അവസാനം അടുത്ത പറ്റിപ്പിന് വേണ്ടി വന്നിരിക്കണം ആൾത്താറെ. അപ്പം അതുകൊണ്ടാണ് ആൾത്താറെ ഇടയ്ക്ക് പൊട്ടലഞ്ചിലേക്ക് കേൾക്കണത്. പക്ഷേ സത്യസന്ധമായ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ കേൾക്കും, മര്യാദയ്ക്ക് കേൾക്കും. കാര്യം അവർക്ക് ഈ ലോകത്ത് കർത്താവ് മാത്രമേ ഉള്ളൂ അവർക്കറിയാം, എനിക്കും അറിയാം. അവർക്ക് ഈ ലോകത്ത് കർത്താവ് മാത്രമേ ഉള്ളൂ. ഇപ്പം എന്താ പറയണത്? ഇപ്പം ഞാനെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വചനം ഭയങ്കര വചനമാണ്. എന്താണ് ഏറ്റു പറഞ്ഞാൽ മിശിഹ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കരയേറേണ്ടത് ആവശ്യമായിരുന്നില്ലേ? അപ്പൊ ചില സഹനങ്ങളെ നമുക്ക് ഇന്നെവിറ്റബിളാണ്, നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ഇനി നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറയണത് ഇതിനെ കൈകാര്യം ചെയ്യാനുള്ള ഗ്രേസ് ഉൽപ്പാദിപ്പിക്കുകയാണ്, ഒരു അഭിഷേകം. ഇതിനെ കൈകാര്യം ചെയ്യും. ഇപ്പോൾ ഈ സഹനത്തെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. എന്തു ചെയ്യണം? സഹനത്തിൻ്റെ ഒപ്പം തന്നെ ദൈവസ്നേഹം. ഞാൻ എപ്പോഴും ചെയ്യണത് ആ സഹനത്തിൻ്റെ ഒപ്പം അതല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ദൈവസ്നേഹം ഇവർക്ക് ഉണ്ടാകാൻ വേണ്ടി ഇവർ ചെയ്യണ ജോലികളെല്ലാം ഇവർക്ക് ചില സമയത്ത് നല്ല ഹോംവർക്ക് കൊടുക്കും. കാര്യം ഹോംവർക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. ചിലരുടെ ഹോംവർക്ക് പറഞ്ഞാൽ അവർ ചെയ്യത്തില്ല. ഇവിടെ എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ടൊക്കെ പറയും, ഇപ്പം ചെയ്ത് കളയും ഒക്കെ പറയും. അവരൊന്നും ചെയ്യത്തില്ല, നമുക്കറിയാം. അത് ചെയ്യാനുള്ള കാര്യമില്ല. അവർ തട്ടിപ്പാണ് ആൾക്കാർ. ഉടമ്പടി തന്നെ എങ്ങനെയെങ്കിലും ശ്ലോകത്തിൽ കഴിക്കാൻ വേണ്ടി. കാര്യം ഉടമ്പടിക്കുള്ളൊരു ഗുണമെന്ന് പറയണത്, ഉടമ്പടി എടുത്താൽ
ഫ്രോഡ് പാർട്ടിയാണെങ്കിൽ പണി മേടിക്കും. അതാണ് ഉടമ്പടിയുടെ ഡിസൈൻ എന്ന് പറയണത്. അപ്പോൾ എന്തെങ്കിലും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആൾ ജന്മന പറ്റിപ്പ് പാർട്ടിയാണ് ഉടമ്പടി എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഉടമ്പടി കൊണ്ട് തന്നെ ഇരട്ടി പണി മേടിക്കും. എന്താ കാര്യം? അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല, എടുത്താൽ പൊങ്ങാത്ത കാര്യങ്ങൾ അതിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കണമല്ല. അപ്പം നിങ്ങളെന്താ ചെയ്യണത്? നിങ്ങൾക്ക് പറ്റുന്ന രീതിക്ക് അതുകൊണ്ട് ചെയ്തു വെക്കും. അവിടെയാണ് പണി മേടിക്കുന്നത്. അത് എന്താണെന്ന് നിർദ്ദേശിച്ച് ഇപ്പം ഇന്നലെ ഒരു രസമുണ്ടായി. ഇന്നലെ ഒരു കോളേജ് പ്രൊഫസർ ഇവിടെ ഒരു സാക്ഷ്യം പറഞ്ഞു. സാക്ഷ്യം പറഞ്ഞപ്പോൾ കോളേജ് പ്രൊഫസറിൻ്റെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട്. ബിനീഷ് ജോയ്, ഇടുക്കിന്ന. ഇങ്ങയുടെ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഇങ്ങയുടെ സാക്ഷ്യം പറയണത്, ഇങ്ങയുടെ വിഷയം എന്ന് പറയണത് 2018 PhDക്ക് ഡോക്ടറേറ്റിന് തീസിസ് ആരംഭിച്ചതാണ്. 2018 കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്രയായി? 26 അപ്പോൾ 6 കൊല്ലത്തോളം ഇയാളുടെ തീസിസിന് ഒരു മൂവ്മെൻറ്റും ഇല്ല. തീസിസ് സർവകലാശാല സബ്മിറ്റ് ചെയ്തു, പക്ഷേ അതിന് കുറേ നടപടിക്രമങ്ങളുണ്ട്. ആ ഡോക്ടറേറ്റ് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അത് അംഗീകരിക്കണത് ഒരു വിഷയമാണ്. അതിനുശേഷം അതിൻ്റെ അടുത്ത പ്രൊസീജിയർ എന്ന് പറയണത് ഇങ്ങയുടെ ലേഖനങ്ങൾ, അന്വേഷണാത്മകമായ ലേഖനങ്ങൾ വളരെ ലീഡിങ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ജേർണലിൽ പ്രസിദ്ധീകരിക്കണം. ഇത് നടക്കത്തില്ല, വലിയ പാടാണ്. ഇൻ്റർനാഷണൽ ജേർണലുണ്ട്, ഓൺലൈനുണ്ട്, അല്ലാത്തതുണ്ട്. അവിടെ ഈ ഇയാളുടെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കണം. അങ്ങനെ പ്രസിദ്ധീകരിക്കണമെങ്കിൽ ഇതിന് ക്വാളിറ്റേറ്റീവ്ലി ഡെപ്ത് ഉള്ളതായിരിക്കണം. നല്ല അമൂല്യമായ പുതിയ വിഷയമായിരിക്കണം. ഇതുവരെയൊക്കെ പ്രസിദ്ധീകരിക്കാത്ത സബ്ജക്റ്റ് ആയിരിക്കണം. പുതിയ കണ്ടെത്തലുകൾ ഉണ്ടാകണം. അങ്ങനെ കുറേ ചാലഞ്ചസ് ഉണ്ട്. അതുകൊണ്ട് എന്നാ ചെയ്യണത്? ഈ പ്രൊഫസറിൻ്റെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് ഇപ്പോൾ. പ്രൊഫസറിൻ്റെ തീസിസ് ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു ജേണലും അംഗീകരിക്കണില്ല. അങ്ങനെ 1 കൊല്ലം, 2 കൊല്ലം, 3 കൊല്ലം വയസ്സ് പോണ പോക്ക് കണ്ടില്ലേ? ഇപ്പം UGC ഒക്കെ വരുമ്പോൾ ഈ ഡോക്ടറേറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പ്രൊഫസറൊന്നും ആകാൻ പറ്റത്തില്ല. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ. കാര്യം വെച്ചാൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന കക്ഷികളെ എപ്പോഴും ഭയങ്കര കലിബറില്ലാത്തവരാണെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ നിലവാരമല്ല പോണത്, നമ്മുടെ തലമുറകൾ തന്നെ പോകും. പുറത്ത് പോണവരെക്കുറിച്ച് എനിക്ക് ഉത്കണ്ഠയില്ല. ആ പുറത്ത് പോണവരെ കൊണ്ട് അകത്ത് പ്രയോജനമില്ലല്ലോ. കേരളം നന്നാകണമെന്നുണ്ടെങ്കിൽ കാശ് കിട്ടിയാൽ മാത്രം പോരാ, തലക്കനമുള്ളവർ ഇവിടെ കിടക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ തലമുറകൾ നന്നായി വരത്തുള്ളൂ. അപ്പോൾ പുറത്ത് പോണവർ അവർ പോയി നന്നാകട്ടെ, അവർക്ക് വേറെ ഇവിടെ ഒരു ഓപ്ഷൻ കിട്ടാത്തത് കൊണ്ടല്ലേ അവർ പോണത്. അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല. പക്ഷേ അവർക്കൊരു ഡയറക്റ്റ് നമുക്ക് പ്രയോജനമില്ല. അപ്പനമ്മക്കും കുറച്ച് പോലെ ഡോളർ അയച്ചു കൊടുക്കണമെന്നില്ലാതെ വേറെ വില പരിപാടിയൊന്നും അതൊക്കെ നടക്കത്തില്ല. പക്ഷേ ഇവിടെ ഉള്ളവനെ പൊക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള പ്രൊഫസർമാർ തലക്കനമുള്ളവരായിരിക്കണം. അല്ലാതെ പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു BA MA എടുക്കും, ഒരു ഏതെങ്കിലും മാനേജ്മെൻറ്റിനെ പോയി ചൊറുകിയ ചാക്കിട്ടിട്ട് പോയി കോളേജിൽ പോയി നിൽക്കണ കാണാം. ഈ മനുഷ്യനൊക്കെ എന്താണ് പഠിപ്പിച്ചതെന്ന് അവർക്ക് തന്നെ അറിയാൻ പാടില്ല. അങ്ങനെ അന്നത്തെ കാലത്താണെങ്കിൽ രാഷ്ട്രീയക്കാരുടെ ഭയങ്കര സമരവും രണ്ടും കൂടി ആകുമ്പോൾ ഒത്തിരിക്കുകയും സമരവുമായി പൊട്ടന്മാരായ പ്രൊഫസർമാരും ആകുമ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ ഒക്കും. ഒരു കലിബറുള്ള പ്രൊഫസർമാർ കുട്ടികൾക്ക് പുതിയ ചക്രവാളങ്ങൾ തുറന്നിട്ട് കൊടുക്കും, അവരെ കൊണ്ട് ചെയ്യിക്കും, അവർക്ക് ത്രില്ല് കൊടുക്കും, ത്രൈവ് കൊടുക്കും, ഭയങ്കര മുന്നേറ്റം ഉണ്ടാകും. അപ്പം അങ്ങനെയൊക്കെയുള്ള വിഷയമുള്ളത് കൊണ്ട് അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ എന്നാണ് ഈ വിദ്യാഭ്യാസ മേഖല രക്ഷപ്പെട്ട് വരുന്നത്. അപ്പോഴാണ് UGC-യുമായിട്ട് ഇവർ അക്രഡിറ്റേഷൻ വേണ്ടി വരണത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മന്ദബുദ്ധികൾക്കൊന്നും കയറി പഠിപ്പിക്കാൻ പറ്റത്തില്ല. വല്ല പുസ്തകം കാണാപ്പാടം പഠിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിക്കണ ചോദ്യങ്ങൾക്കെല്ലാം പേജ് നിറച്ച് എഴുതി വെച്ചിട്ട് റാങ്ക് മേടിക്കണ കക്ഷികൾക്കൊന്നും കയറി പഠിപ്പിക്കാൻ പറ്റത്തില്ല. കുറച്ച് തലയിൽ ആൾപ്പാർപ്പുള്ളവർക്ക് മാത്രമേ ഈ മേഖല വരാൻ പറ്റത്തുള്ളൂ. ഇപ്പം അത് കാരണം ഭയങ്കര സ്ക്രൂട്ടണിയാണ്. അതുകൊണ്ട് ഇയാളുടെ ലേഖനം ഇപ്പോൾ ഈ ലേഖനം ഇൻ്റർനാഷണൽ ജേണലിൽ പ്രസിദ്ധീകരിക്കണം, നടക്കത്തില്ല. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ കണ്ടൻറ്റ് വൈസ് റിച്ച് ആയിരിക്കണം, പിന്നെ പുതിയ ഇന്നൊവേഷൻ ഉണ്ടാകണം, അതിൻ്റെ പുതിയ കണ്ടൻറ്റ് ഉണ്ടാകണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ, ഭയങ്കര കോമ്പറ്റീഷൻ ഫീൽഡല്ലേ. 6 കൊല്ലമായിട്ട് ഇത് അനങ്ങളില്ല, വിരിയാത്ത മുട്ടപൊരി അങ്ങനെ ഇരിക്കുകയാണ്.
കുറച്ച് കഴിയുമ്പോൾ ചീഞ്ഞു പോകും. മുട്ട ഇങ്ങനെ ഇരുന്ന് വിരിയാതെ ഒരു ടൈമൊക്കെ ഉണ്ടല്ലോ, അത് കഴിയുമ്പോൾ പറ്റിപ്പോകും. അതുപോലെ കാര്യം എന്താണ്, ഇത് ഈ പ്രസിദ്ധീകരിക്കാത്ത പേപ്പർ എന്ന് പറയുമ്പോൾ അതിങ്ങനെ കാലങ്ങളോളം നീണ്ടു കഴിഞ്ഞാൽ ആ മേഖലയിൽ അതിനേക്കാൾ ഇടിവെട്ട് ആർട്ടിക്കിൾ വരുമ്പോൾ ഇത് പിന്നെ ഔട്ട്ഡേറ്റ് ആയി പോകും. അതാണ് വിഷയം. 6 കൊല്ലം പോയെന്ന് പറയുമ്പോൾ 1 കൊല്ലം മതി ഒരു ആർട്ടിക്കിൾ ഔട്ട്ഡേറ്റ് ആയി പോകാൻ. ഇൻ്റർനാഷണൽ ലെവലിലല്ലേ, നമ്മൾ കോമൺ ഫോറത്തിലാണ് മത്സരിക്കുന്നത്. അത് ജർമ്മനിയിൽ നിന്നും ജപ്പാനിൽ നിന്നും എല്ലാ ആർട്ടിക്കിൾ വരും. അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഔട്ട്ഡേറ്റ് ആയി പോകും. ഒരു കാലത്തും നീന്തിയ കരകയറത്തില്ല, ആ പരുവത്തായി പോവും. ജീവിതം അങ്ങ് മുങ്ങിപ്പോവുകയാണ് കാണുന്നത്. അതിന് യഥാർത്ഥ വശം കണ്ട ജീവിതം മുങ്ങിപ്പോവുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ വൈഫ് പറഞ്ഞേ, നിങ്ങൾ ഇനി ഇൻ്റർനാഷണൽ ലെവലിലെ ഇത് ആർട്ടിക്കിളിലെ അത് ഉടമ്പടിയുടെ വിഷയമല്ലേ, അത് ഉടമ്പടി വിഷയമാക്കി നിങ്ങൾ ഉടമ്പടി ചെയ്യാൻ പറഞ്ഞു പ്രൊഫസറിനോട്. വൈഫ് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കാര്യം എന്താ? വൈഫ് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ഉടമ്പടിയിൽ ടൈം ഷോർട്ടണിങ് എന്ന് പറഞ്ഞ കണ്ടൻ്റ് ഉണ്ട്. ഉടമ്പടിയാക്കണത് എന്താണ്? അതിൻ്റെ അത് ഫീച്ചേഴ്സാണ്. അതിൻ്റെ ഫീച്ചറിൽ ഒരു ഫീച്ചർ എന്താണ്? ടൈം ഷോർട്ടണിങ് ആണ്. ഇപ്പോൾ ഇത് 6 കൊല്ലമായില്ലേ ആർട്ടിക്കിൾ പ്രസിദ്ധീകരിക്കാതിരിക്കണത്. ഇപ്പോൾ വൈഫ് ഇതുപോലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളാണ്. അവർ പറഞ്ഞ് ഇതിനകത്ത് ഉടമ്പടി ടൈം ഷോർട്ടണിങ് എന്ന് പറഞ്ഞ കണ്ടൻ്റ് ഉണ്ട്. അതനുസരിച്ചിട്ട് ഉടമ്പടിയിൽ ഈ സബ്ജക്റ്റ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാതാവ് വിത്തിൻ നോ ടൈം ഈ ആർട്ടിക്കിളെല്ലാം പ്രസിദ്ധീകരിക്കുമെന്ന് പറയും. എന്താ കാര്യം? ഉടമ്പടി വേറെ ഒരു കണ്ടൻ്റ് ഉണ്ട്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിങ്ങൾ ഉടമ്പടിനെ വളരെ സ്കോളർഷിപ്പായിട്ട് പഠിക്കണം. അല്ലാതെ ഇതിന് നൊവേന പഠിത്തം പോരെ ഈ സംഭവത്തിന്. പക്ഷേ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണ ബുദ്ധിയുള്ള ആൾക്കാരെ ബുദ്ധിപരമായിട്ടാണ് ഉടമ്പടിയെ സമീപിക്കുന്നത്. വൈഫ് പറഞ്ഞിരിക്കുന്നത് ശരിയാ. 2 കണ്ടൻ്റ് ഉണ്ട്. ഒന്നെന്താണ്? ടൈം ഷോർട്ടണിങ് ആണ്. ടൈം ഇങ്ങനെ ഷോർട്ട് ചെയ്ത് വരും, സമയം ചുരുക്കി വരും. 6 കൊല്ലമായ സാധനത്തിന് ചിലപ്പോൾ മാതാവ് എടുത്തിട്ട് 6 മാസം കൊണ്ട് സെറ്റ് ചെയ്യും. അത് വൈഫിന് അറിയാവുന്നതുകൊണ്ട് വൈഫ് ഹസ്ബൻഡ് നിർബന്ധിച്ച് പറയും ഉടമ്പടിയിൽ ഇങ്ങനെ ടൈം ഷോർട്ടൺ കണ്ടൻ്റ് ഉണ്ട്, നിങ്ങൾ സെറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ വേറെ മാർഗമൊന്നുമില്ലല്ലോ. അപ്പം അതുകൊണ്ട് അദ്ദേഹം ഉടമ്പടി എടുത്തിട്ട് ഈ ആർട്ടിക്കിളെല്ലാം പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഇപ്പം 6 കൊല്ലമായിട്ട് ഇത് വേണ്ട ചരക്ക് പോലെ കിടക്കുന്ന സാധനമാണ്. ഇനി റിജക്ഷൻ മോഡിൽ കിടക്കേണ്ടത്. അപ്പം അതുകൊണ്ട് അയാൾ ഉടമ്പടി എടുത്തിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ ഇത് ആദ്യം എനിക്ക് ഇത് ചെയ്തു തരണം, അല്ലെങ്കിൽ ഇനി അടുത്ത സ്റ്റെപ്പ് വേറെ ഉണ്ട്, പല സ്റ്റെപ്പ് ഇനി വരുന്നുണ്ടേ, അപ്പം ആദ്യം ഈ സ്റ്റെപ്പ് ചെയ്തു തരണമെന്ന് പറഞ്ഞു. അപ്പോഴേ ഇതിൻ്റെ വിഷയം എന്താണ്? ഉടമ്പടി ടൈം ഷോർട്ടണിങ് പറയണത് എങ്ങനെയാണ്? അതായത് ഈ വെള്ളം കാനായിലും വെള്ളം വീഞ്ഞില്ല, തീർന്നു പോകുന്ന ഒരു അവസ്ഥ വന്നല്ലോ. അപ്പം അവിടെ അമ്മ വന്നിട്ട് പറയണത് എന്താണ്? അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറയും. അപ്പോൾ ഈശോ പറഞ്ഞത് എന്താണ്? എൻ്റെ സമയം, അവിടെയാണ് സമയം വരണത്, എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ട്. അപ്പോൾ ടൈം ഇനിയും ഉണ്ടെന്നാണ് പറയണത്. അതാ വിഷയം. ആ ഒരു വിഷയം സ്വാഭാവികമായി നടക്കണതിന് എടുക്കുന്ന സമയമുണ്ട്. അത് നടക്കത്തില്ലെന്നല്ല ഈശോ പറഞ്ഞത്, അതൊക്കെ നടക്കും. പക്ഷേ ഇറ്റ് നീഡ്സ് ടൈം എന്നാ പറയണത്. സ്വാഭാവികമായി അതിന് സമയം ആവശ്യമാണ്. അപ്പം സമയം ആവശ്യമാണെന്ന് പറഞ്ഞാൽ ശരിയാകുമോ? നിങ്ങൾക്കിപ്പോൾ 34 വയസ്സുണ്ട്, കല്യാണം കഴിക്കാൻ ഇനിയും സമയം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 വയസ്സ് കല്യാണം കഴിച്ചാൽ നിങ്ങളുടെ മകന് 20 വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് 60 വയസ്സാകും. അപ്പോൾ സമയം ഒരു കണ്ടൻ്റാണ് എപ്പോഴും പ്രോബ്ലം. കണ്ടൻ്റല്ല, ഒരു ആൻറ്റി കണ്ടൻ്റാണ്. സമയത്തിന് അഡ്രസ്സ് ചെയ്യാതെ ഒരു പ്രെയർ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. മനുഷ്യന്മാരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു പ്രശ്നം സമയം തന്നെയാണ്. നമ്മുടെ ഉത്കണ്ഠയുടെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സമയമില്ല എന്നുള്ളതല്ലേ, അല്ലേ? നമ്മുടെ ഉത്കണ്ഠകളുടെ അടിസ്ഥാന കാരണം എന്താ? സമയം ഇല്ല എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ ഈ വിസയുടെ കാര്യം പറയത്തില്ലേ? എൻ്റെ അച്ഛൻ സെപ്റ്റംബറിലാണ് കയറി പോകേണ്ടത്, ഇൻടേക്ക് സെപ്റ്റംബറിലാണ്, എന്നാലേ ജൂണിൽ ക്ലാസ്സിൽ കയറാൻ പറ്റത്തുള്ളൂ. സെപ്റ്റംബറിൽ പരീക്ഷ റിസൾട്ട് വന്നിട്ടില്ല. റിസൾട്ട് വരുമ്പോൾ ഇൻടേക്ക് തീരുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കരക്ക് നിൽക്കേണ്ടി വരും. ടൈമല്ലേ പ്രശ്നം. എല്ലാ കാലത്തുമുള്ള മനുഷ്യൻ്റെ ഉത്കണ്ഠകളുടെ പ്രധാനപ്പെട്ട കാര്യം എന്താ? ഇപ്പം ചേടത്തിയുടെ കല്യാണം ആകുന്നില്ല. ചേടത്തി ഒറ്റക്കാണെങ്കിൽ ചേടത്തിക്ക് പ്രശ്നമില്ല. എന്താ കാര്യം? കല്യാണം നടക്കുമ്പോൾ നടക്കട്ടെ, ജീവിക്കാനുള്ള മാർഗം ആദ്യം കണ്ടെത്താവുന്ന രീതിയിൽ ചേടത്തി നിൽക്കും. പക്ഷേ അനിയത്തി കൊണ്ട് സമ്മതിക്കത്തുമില്ല.
അനിയത്തി എപ്പോഴും ചേട്ടത്തിൻ്റെ കടുത്തേക്ക് കയറി നിങ്ങൾ കെട്ടണില്ലേ, അല്ലെങ്കിൽ ഞാൻ കെട്ടാമെന്ന് പറയും. അതാ പ്രശ്നം. നിങ്ങൾ കെട്ടണമെങ്കിൽ കെട്ടണമെന്ന് പറയണം, കെട്ടണില്ല കെട്ടണമെന്ന് പറയും. ഇവളും മിണ്ടത്തില്ല. കാര്യം ഇവളും മിണ്ടിയിട്ട് കാര്യമില്ലല്ല, അവളും മിണ്ടിയിട്ട് കാര്യമില്ലല്ല, സംഭവം നടക്കണില്ല. അപ്പോൾ എന്നിട്ട് ഇവള് പറയും, ചേട്ടത്തി പറയും, എന്നാൽ നീ കല്യാണം കഴിക്കുമെന്ന് പറയും. പക്ഷേ അപ്പോഴും ചേട്ടത്തിയുടെ മനസ്സിലുണ്ട്, നീ കല്യാണം കഴിച്ച് എനിക്ക് പണി തരല്ലേ എന്ന് മനസ്സിലുണ്ട്. പക്ഷേ പറയാൻ പറ്റത്തില്ല. അപ്പോൾ ടൈമാണ് പ്രശ്നം. എല്ലാത്തിൻ്റെയും പ്രശ്നം ടൈമാണ്. അപ്പോൾ ടൈമാകുമ്പോൾ ബൈബിൾ തുടങ്ങുമ്പോൾ തന്നെ ടൈമിൽ വെച്ചാണ് ചെയ്യണത്, ടൈമിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ചെയ്യണത്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഈശോ പറയും, സ്വാഭാവികമായ രീതിയിലാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് അവർക്ക് പിള്ളേരുണ്ടാകാതെ വീഞ്ഞുണ്ടാകാൻ സാധ്യതയില്ലെന്ന് പറയും. അതാണ് സമയമില്ല, അതാണ് വിഷയം. അതിന് മാതാവിൻ്റെ മനസ്സിലുള്ള ഒരു വലിയ ഇക്വേഷനാണ് ഉടമ്പടിക്ക് ഉപയോഗിക്കുന്നത്. എന്താണ്? ഏത് ആകാത്ത സമയം ആക്കിയെടുക്കാൻ എന്താ മാർഗം? അവൻ പറയണത് പോലെ ചെയ്യുകയാണ്. അതാണ് സംഭവം. അവൻ പറയണ പോലെ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാത്ത കാര്യങ്ങൾ നടക്കാത്ത കാര്യങ്ങൾ എങ്ങനെ നടത്തണമെന്നുള്ളതിനെക്കുറിച്ച് മാതാവിന് പരിശുദ്ധാത്മാവ് ഉപദേശിച്ചൊരു മാർഗമാണ് അത്. നടക്കാത്ത കാര്യങ്ങളുണ്ട് ഈ ലോകത്ത്. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. നടക്കാത്ത കാര്യമല്ലേ? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അതിൻ്റെ മറുപടി എന്താണ്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, നിന്നിൽ ജനിക്കുന്നവൻ അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും. അപ്പം നടക്കാത്ത കാര്യം നടത്താൻ ഒരു മാർഗമേ ഉള്ളൂ. എന്താണത്? അത്യുന്നതൻ്റെ ശക്തി, എക്സ്ട്രാ പവർ ഉണ്ടാക്കിയെടുക്കാനേ പറ്റത്തുള്ളൂ. അതാണ് വിഷയം. സാധാരണ ശക്തിയല്ല, പുരുഷൻ്റെ ശക്തിയുണ്ട്. അതേസമയം തന്നെ പുരുഷൻ്റെ ശക്തിയിലും അല്ല ഇത് സംഭവിക്കാൻ പോണത്. കാര്യം എന്താണ്? ജനിക്കാൻ പോകുന്ന ശിശു അത്യുന്നതനാണ്. അത് പുരുഷൻ്റെ ശക്തി എന്ന് വരുന്നതല്ല. ഇനി ജനിക്കാൻ പോകുന്ന ശിശു അത്യുന്നതൻ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. അപ്പോൾ ആ പ്രോജക്റ്റ് ഭയങ്കര എലിവേറ്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റാണ്. അത് നടക്കാത്ത കാര്യമാണ്. അപ്പം നടക്കാത്ത കാര്യം നടത്താൻ വേണ്ടി പരിശുദ്ധാത്മാവ് ഉപദേശിക്കുന്ന തന്ത്രം എന്താ? അത്യുന്നതൻ്റെ ശക്തി നിന്നിലെ ആവശ്യിക്കും. എൻ്റെ ദൈവപൈതൽ, ഇതാണ് എൻ്റെ ഒരു കറക്റ്റ്. നിങ്ങൾ നടക്കാത്ത കാര്യം നടത്താൻ വേണ്ടി വേറെ ഒരു മാർഗവുമില്ല. എന്താണ്? അത്യുന്നതൻ്റെ ശക്തി നമ്മളിൽ പ്രവർത്തിക്കുക മാത്രമേ ഉള്ളൂ. അപ്പോഴും മറിയത്തിനത് മനസ്സിലായി. മറിയം എന്ത് പറഞ്ഞു? ഇത് എൻ്റെ ഒരു പരിധി, വിശ്വാസത്തിൻ്റെ പരിധിയിൽ, അറിവിൻ്റെ പരിധിയിൽ നിൽക്കുന്ന വിഷയമല്ല. അതുകൊണ്ട് എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി. കണ്ടാ എൻ്റെ വചന സീക്വൻസ് പോണ കണ്ടില്ലേ? ഇത് എൻ്റെ കഴിവിൽ നടക്കണ കാര്യമല്ല. ഇപ്പം ഈ മനുഷ്യൻ്റെ ലേഖനങ്ങളെ ഇൻ്റർനാഷണൽ ലെവലിൽ പ്രസിദ്ധീകരിക്കാൻ 6 കൊല്ലമായിട്ട് പറ്റിയിട്ടില്ലെങ്കിൽ ഇനി 60 കൊല്ലം കഴിഞ്ഞാലും പറ്റത്തില്ല. കാര്യം അഡ്വാൻസായി, സബ്ജക്റ്റ് അഡ്വാൻസായി. എല്ലാ ലോകത്തും എല്ലായിടത്തും റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയല്ലേ ആ സബ്ജക്റ്റിൽ. അപ്പോൾ അഡ്വാൻസായിട്ട് പോകുന്ന പുതിയ സാധനങ്ങളെ അവർ പ്രസിദ്ധീകരിക്കത്തുള്ളൂ. അപ്പോൾ ഇത് ഇയാളുടെ കഴിവ് നിൽക്കുന്ന കാര്യങ്ങളല്ല, അത് ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി. അതുകൊണ്ട് തന്നെ ഇത് കാലഹരണപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താ വേണ്ടത്? ഇവിടെ സ്വന്തം കഴിവിന് ആ ആർട്ടിക്കിൾ റിവൈസ് ചെയ്തിട്ട് കാര്യമില്ല. റിവൈസ് ചെയ്താലും ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ റിവൈസ് ചെയ്യണ കാര്യങ്ങൾ. അതുകൊണ്ട് എന്താ വേണ്ടത്? ഇതിനകത്ത് ദൈവത്തിൻ്റെ ശക്തിയാണ് ഇതിൻ്റെ അകത്ത് ആപ്ലിക്കേറ്റ് ചെയ്യേണ്ടത്. അമ്മ എന്താ പറഞ്ഞത്? അതിനുവേണ്ടി എന്താ ചെയ്യണത്? ഇതാ കർത്താവിൻ്റെ ദാസി. അതാണ് വിഷയം. ഇതിൻ്റെ അകത്തൊരു ദാസ്യത എന്നും പറയും. അത്യുന്നതൻ്റെ ശക്തിയാണ് നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യ നടപടിക്രമം എന്താണ്? ദാസനാവുക, ദാസിയാവുക എന്നുള്ളതാണ്. ഇതാണ് വിഷയം. ഇത് വളരെ തന്ത്രപരമായിട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ്. കാരണം നിൻ്റെ കഴിവിലല്ലേ ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പിന്നെ ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കഴിവിലാണ്. ദൈവത്തിൻ്റെ കഴിവിലാണ് ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ എന്താ ചെയ്യേണ്ടത്? ഇത് കർത്താവിൻ്റെ ദാസനാകണം, അല്ലെങ്കിൽ ദാസിയാകണം. എന്നിട്ട് എന്താ പറയണത്? ഇതാ കർത്താവിൻ്റെ ദാസി. എന്താണ്? നിൻ്റെ വചനം പോലെ പറഞ്ഞേ,
നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അപ്പൊ ഞാനാണ് ഇതിൻ്റെ അകത്തുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്ന ആള്. ദൈവത്തിൻ്റെ വചനം നിറവേറ്റേണ്ടത് ആരാണ്? ഞാനാണ്. ഞാൻ ആരെപ്പോലെ നിറവേറ്റണം? ദാസിയെപ്പോലെ നിറവേറ്റണം. ദാസിയെപ്പോലെ നിറവേറ്റണം. അപ്പോൾ ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയോ? അതാ ഈ ദാസിയെപ്പോലെ നിറവേറ്റുമ്പോൾ, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറയുമ്പോൾ അവിടെ വെച്ച് ആ ഡയലോഗ് എല്ലാം തീർത്തിട്ട് ആ മിഷൻ ഓവറായി മാലാഖ മറഞ്ഞു പോവുകയാണ് ചെയ്യണം. തീർന്നു. മറിയത്തിനേക്ക് വെടിപ്പും മെനയുള്ളൊരു ആൻസർ കിട്ടി കഴിഞ്ഞപ്പോൾ മാലാഖ മറഞ്ഞു പോയെന്നാണ്. പിന്നെ ടോക്കിൻ്റെ ആവശ്യമില്ല. മറിയം പിന്നെ എന്താ ചെയ്യണത്? ദാസിയായിട്ട് ജീവിക്കുകയാണ്. എല്ലാ കാര്യങ്ങൾക്കും യേശു പറഞ്ഞുകൊണ്ട്, എല്ലാത്തിനെയും ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് മറിയം യഥാർത്ഥ ദാസിയായിട്ട് ജീവിക്കും. ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ ഒരു ക്രിസ്തുവിനെ ഒരു വിഷയത്തിൽ കക്ഷി ചേർക്കാനുള്ള സ്വാഭാവികമായിട്ടുള്ള മാർഗം അതാണ്. പക്ഷേ ഈ പ്രൊഫസറിനൊരു പ്രശ്നമുണ്ട്. ഇതിൻ്റെ ദാസനാക്കാനുള്ള കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? രണ്ട് കാര്യങ്ങളെ ദാസനും ദാസ്യമാക്കാനുള്ള കണ്ടന്റ് ഉടമ്പടിയിലുള്ളേ. ഒന്നെന്താണ്? പത്രം കൊടുക്കുകയാണ്. രണ്ടാമത്തേത് എന്താണ്? ആതുര സേവനമാണ്. ഈ രണ്ട് കണ്ടൻറ്റേ ഉള്ളു. ഈ രണ്ട് കണ്ടൻ്റാണ് ഈ ആളെ റെഡ്യൂസ് ചെയ്തിട്ട് സമയച്ചുരുക്കം പ്രാപിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ദാസനാകണത്. ഈ ദാസനാകുമ്പോൾ ഈ പ്രൊഫസർ ഈ പത്രം കൊണ്ട് നടക്കും. പത്രം കൊണ്ട് നടക്കുമ്പോൾ അങ്ങേര് ആ പ്രദേശത്തുള്ള ഒരു പ്രധാനപ്പെട്ട കുടുംബത്തിൽ അംഗമാണ്. അവിടെ കുടുംബക്കാർ തന്നെ ഇയാളെ കളിയാക്കും. നാണം കൊണ്ടാണ് ഇവിടെ നിരങ്ങുകയാണ് ഈ പത്രം കൊണ്ട്. അതോടുകൂടി തന്നെ ഇയാൾക്ക് സംഭ്രമമാവും. കാര്യം എന്താ? സ്വന്തം നാട്ടിൽ തന്നെ വീട്ടുകാർ തന്നെ ബന്ധുക്കൾ തന്നെ ഇയാൾക്ക് പാര വെക്കാൻ തുടങ്ങും. ഇവർക്ക് ഭയങ്കര ചമ്മലാവും പത്രം കൊണ്ട് നടക്കുമ്പോൾ. പത്രം കഷത്തിൽ വെച്ച് കുരിഞ്ഞാണ് പോണത് കക്ഷി നാട്ടിൽ കൂടി. കാര്യം ചമ്മല. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ടോക്ക് പുള്ളി കേട്ട്. അതാണ് ഈ ഉടമ്പടി ധ്യാനം നിങ്ങളെ കൂടണമെന്ന് പറയണത്. ഈ ഉടമ്പടിയിൽ ഗതി പിടിക്കാൻ കിടക്കുന്ന ആൾക്കാർ ആരാണെന്നറിയാവോ? ഉടമ്പടി ധ്യാനം കൂടാത്തവരാണ്. ഒരു സംശയമില്ലല്ല. അതുകൊണ്ടല്ലേ 3 പ്രാവശ്യം പുതുക്കും 4 പ്രാവശ്യം പുതുക്കുമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ചോദിക്കണം, സാക്ഷ്യം പറഞ്ഞില്ല. സാക്ഷ്യം പറഞ്ഞില്ലെന്ന് പറയുമ്പോൾ തന്നെ എനിക്കറിയാം ഈ പിശാച് ഉടമ്പടി കൂടാത്തതാണ്, ധ്യാനം കൂടാത്തതാണെന്ന്. എന്താ സംശയം? പിന്നെ അടുത്ത ചോദ്യം വരും, നിങ്ങൾ ഉടമ്പടി ധ്യാനം ഞാൻ അവസാനം ദിവസം എന്താ പറഞ്ഞത്? അപ്പോൾ ബബ്ബ ജപ എന്ന് പറയും. ഞാൻ പറഞ്ഞ വണ്ടി വിട്ടേക്കാൻ പറയും. ഈ പിശാച് വെറുതെ വയറ്റിപ്പഴപ്പിന് വേണ്ടി കൃപാസനത്തെ ദുരുപയോഗിച്ച് ഷീസ് വേസ്റ്റിംഗ് അവർ പ്രഷ്യസ് ടൈം. എൻ്റെ അമൂല്യമായ സമയം ഇവൾ നശിപ്പിക്കുകയാണ്. അപ്പോൾ എനിക്ക് പറയും എന്താ കാര്യം? ഇവർ ഉടമ്പടി ജീവിക്കണില്ല, അവർ ഉടമ്പടി ധ്യാനം കൂടണില്ല, ആ ഉടമ്പടി ധ്യാനത്തിൽ പേക്കണ വെളിപാടുകൾ സ്വീകരിക്കണില്ല. അവൾ ഇവിടെ വെച്ച് എന്തോ എഴുതി കുത്തിയിട്ടേച്ച് അവൾ വീട്ടിൽ പോയി കുത്തിയിരിക്കുകയാണ്. എന്നിട്ട് അവർ കാര്യം സാധിക്കാൻ വേണ്ടി അവിടെ പോയി ഇടിവെച്ച് നിലയും പിടിച്ച് ചുറ്റും പഠിച്ചു വരികയാണ്. ഇതൊന്നും വർക്കൗട്ട് ചെയ്യത്തില്ല. ഉടമ്പടിയുടെ നയപരിപാടികളുണ്ട്, കാര്യപരിപാടികളുണ്ട്. അതിലൊന്നെന്താണ്? ഈ പ്രൊഫസറിനോട് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അപ്പം നാട്ടുകാർ ഇയാളെ കളിയാക്കുകയാണ്. പ്രൊഫസറായി ഇപ്പം പത്രവിൽപ്പനക്കാരനായാന്ന് ചോദിക്കും. പ്രൊഫസറാകാൻ പോയ ആളിപ്പം പത്രവിൽപ്പനക്കാരനായാൽ. അപ്പം ഞാൻ ഉടമ്പടി ധ്യാനത്തിൽ പറയും, നിങ്ങൾ എളിമപ്പെടുന്ന അനുസരിച്ച് കൊണ്ട് ദൈവത്തിൻ്റെ ശക്തി നിന്നെ പ്രവർത്തിക്കും. കാര്യം ബൈബിളിൻ്റെ രീതി അതാണ്. ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി. നമ്മുടെ ഉദ്ദേശം എന്താ? ഈ ആർട്ടിക്കിൾ പ്രസിദ്ധീകരിച്ചെടുക്കാൻ ഇയാളെ കൊണ്ട് പറ്റത്തില്ല. ഇത് ഔട്ട് ഓഫ് ഡേറ്റ് കാലഘട്ടപ്പെട്ട ആർട്ടിക്കിളാണ്. ഇത് ഇൻ്റർനാഷണൽ ലെവലിൽ ജേണലിൽ പ്രസിദ്ധീകരിക്കണമെങ്കിൽ ദൈവം തന്നെ ഇടപെടണം. ദൈവം ഇടപെടണമെങ്കിൽ എന്ത് ചെയ്യണം? ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ബൈബിളിൻ്റെ ഫോർമുല അതല്ലേ? വചനം എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. 2 കൊരിന്തോസ് 12:9. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എന്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. അപ്പൊ അത് അളന്നും തൂക്കിയുള്ള വചനങ്ങളാണ്. ബലഹീനതാണ് ദൈവത്തിന്റെ ശക്തി പൂർണ്ണമായി. അപ്പൊ ദൈവത്തിന്റെ ശക്തി പ്രകടമാകും. പക്ഷേ അവിടെ ഉണ്ട് 50% ശക്തിയുണ്ട്, 100% ശക്തിയുണ്ട്. പൂർണ്ണമായി പ്രകടമാകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മാതാവിൻ്റെ പ്രിൻസിപ്പിൾ എടുക്കണം. എന്താണ്? അവിടെ തൻ്റെ ദാസിയുടെ വിനീത അവസ്ഥ തെക്കൻ പാർത്തു. ശക്തനായവൻ എനിക്ക്
വലിയ കാര്യങ്ങൾ. അതാ മരിയൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശക്തനായ ദൈവം വന്ദനം ചെയ്യുന്നു. സർവശക്തിയോടെ ഇടുന്നേയാ. ശക്തനായ ദൈവം വന്ദനം ചെയ്യുന്നു. സർവശക്തിയോടെ ഇടുന്നേയാ. എന്തൊരാനന്ദം എന്തൊരാനന്ദം അമ്മമേയൊപ്പം ആരാധിക്കൂ. എന്തൊരാനന്ദം എന്തൊരാനന്ദം അമ്മമേയൊപ്പം ആരാധിക്കൂ. ലൂക്ക 1:48. ലൂക്ക 1:48-49. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ആ വചനത്തിന്റെ സീക്വൻസ് ആൻഡ് റിസൾട്ട് കണ്ടില്ലേ? ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കും. എന്താണ്? എപ്പോഴാണ്? അവിടുന്ന് തന്നെ ദാസിയുടെ വിനീതാവസ്ഥ പാർത്ത് കഴിയുമ്പോൾ റിസൾട്ടാണ്. ഇപ്പോൾ മുതൽ സകല തലമുറ എന്നെ ഭാഗ്യവതി കീർത്തിക്കും. ശക്തനായൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ ഈ പ്രൊഫസറിന് ഈ വചനം കിട്ടിയോടുകൂടി അച്ഛൻ്റെ ഒരു ബൂസ്റ്റിങ് കിട്ടിക്കഴിഞ്ഞപ്പോൾ പ്രൊഫസറിന് മനസ്സിലായി, ഈ ആരെല്ലാം കളിയാക്കിയാലും, കുടുംബക്കാർ കളിയാക്കിയാലും, നാട്ടുകാർ കളിയാക്കിയാലും അവൻ്റെ മുഖത്ത് തന്നെ കൊണ്ടുപോയി കൃപാസനം പത്രം കൊടുക്കണം. ദാസ്യവേല, കർത്താവിന് വേണ്ടി ദാസ്യവേല ചെയ്യണം. അപ്പം സത്യസന്ധമാണ്. സത്യസന്ധയുടെ ശുശ്രൂഷയാണ്. ഒളിച്ചപ്പാത്തം ചെയ്യാൻ പറ്റത്തില്ല. പത്രമെടുത്ത് കുമ്പസാരക്കൂടിൻ്റെ അടി വെച്ച് ഓടിക്കളഞ്ഞാൽ നിനക്ക് ജീവിതകാലം മുഴുവൻ ഓടാവുന്നേ പറ്റത്തുള്ളൂ. അത് നീ ഓടണം ആരും ചെയ്യാനാ? സത്യസന്ധമായിട്ട് ഈ വിഷയം ചെയ്യാൻ ഈ പ്രൊഫസർ തയ്യാറായി. അയാളെ പിൻവലിച്ചില്ല. അയാൾ ഈ വിഷയം ആരെല്ലാം എന്തെല്ലാം പറഞ്ഞു ആ നാട്ടിൽ തന്നെ, ആ കുടുംബക്കാരുടെ മുന്നിൽ തന്നെ ധൈര്യത്തോടെ ഈ പത്രം കൊടുക്കാൻ തുടങ്ങി, പ്രാർത്ഥിച്ച്. അതെന്താ? അപ്പോൾ എന്ത് പറ്റും? ബലഹീനത ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കാൻ തുടങ്ങി. ഇപ്പം ദൈവം കളത്തിലിറങ്ങി. അതാണ് വിഷയം. എന്താ പറ്റി? ശക്തനായൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാം. ആ ആർട്ടിക്കിളെല്ലാം 3 മാസം കൊണ്ട് ഇൻ്റർനാഷണൽ ജേർണലിലൊക്കെ പ്രസിദ്ധീകരിച്ച്. ഞെട്ടിപ്പോകും നമ്മൾ. 6 കൊല്ലമായിട്ട് കട്ടി പോലിരുന്ന സാധനമാണ് അനങ്ങാപ്പാറയിട്ട്. അതുകൊണ്ടാണ് അമ്മ ഈ ദൈവം പറയണത് ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ എന്ന് പറയണില്ലേ? ഈ ഉടമ്പടിയിലുള്ള ഓരോ വിഷയവും ദൈവത്തെ, പല കാര്യങ്ങളും ദൈവം നേരിട്ടിറങ്ങേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ദൈവം നേരിട്ടിറങ്ങേണ്ട, നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനം കണ്ട ദൈവം ഇറങ്ങത്തില്ല. ഈ നൂറ്റാണ്ടിൽ ഇറങ്ങത്തില്ല. അതാണ് വിഷയം. ഇതിൻ്റെ വിഷയം നിങ്ങളുടെ ഈ അഭ്യാസവും കുരങ്ങ് കളിയും പത്രാസും പകിട്ടുമൊക്കെ കാണുമ്പോൾ ഈ നൂറ്റാണ്ട് ദൈവം ഇറങ്ങത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ നല്ലൊരു യൂട്ടേൺ എടുക്കേണ്ടി വരും. ഈ പ്രൊഫസറിനെ പോലെ ഞെട്ടിപ്പോയില്ലേ? 6 കൊല്ലം കൊണ്ട് നടക്കാത്ത കാര്യങ്ങൾ ദൈവം വെറുതെ 3 മാസം കൊണ്ട് നടന്നു. ആർട്ടിക്കിളെല്ലാം പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞപ്പോൾ യൂണിവേഴ്സിറ്റി ഇയാളെ ഫസ്റ്റ് ലെവലിൽ വിളിച്ചു. എന്താണ്? ശ്രദ്ധിക്കട്ടെ മക്കളെ. പ്രീ PhD പ്രസൻറ്റേഷന് വിളിച്ചു. 6 കൊല്ലം മുമ്പ് വിളിക്കേണ്ടതായിരുന്നേ. PhD കൊടുക്കണമെമ്പുള്ള സബ്ജക്റ്റ് പ്രസൻറ്റേഷന് വിളിക്കുകയാണ്. സബ്ജക്റ്റ് പ്രസൻറ്റേഷന് സംഭവം തള്ളിപ്പോവും. ഒന്നാമത്തെ കേസിൽ ഇയാളിത് വെച്ചതിന് ശേഷം ഈ സബ്ജക്റ്റിൽ എത്രയോ പേര് PhD എടുക്കുമ്പോൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഗൈഡ് മാർക്കിനെ സംബന്ധിച്ചത് പച്ചവെള്ളം പോലെ ഈ സംഭവം കറക്റ്റാണ്. അവർ തിരക്കും തലങ്കം വിലങ്കും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ നമ്മൾ ബോധം കെട്ട് വീഴും. പിന്നെ ആംബുലൻസും വിളിച്ചുകൊണ്ട് ചെല്ലേണ്ടി വരും ഇയാളെ അടുത്തുകൊണ്ട് പോരാൻ. അത്രയ്ക്കും പഠനമാണ്. വിറച്ച് പോകും ഈ സംഭവം. വിറച്ച് പോകുമ്പോൾ ഇയാൾക്ക് തോന്നി ഏതായാലും പ്രസൻറ്റേഷനിൽ വിളിച്ചിട്ടുണ്ട്, ഇനി എന്താ മാർഗം? അവരെന്തെന്നാ ചോദിക്കും? എന്നെ വാക്ക് മുട്ടിക്കുമോ? ഞാനവിടെ വിറച്ച് തല്ലി വീഴുമോ? വേർത്തൊലിക്കുമോ? ഒരു പിടിയുമില്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്. എന്താ കാര്യം? ഇയാൾ പണ്ട് അന്ധവിശ്വാസം എന്ന് വിളിച്ചിരുന്ന സാധനമുണ്ട്. പണ്ട് ഉപ്പിടുന്ന കാര്യം പറയുമ്പോൾ പുള്ളിക്ക് പറയും അതൊക്കെ അന്ധവിശ്വാസികൾ ചെയ്യണ പരിപാടിയല്ലേ എന്ന് പറയണ. പ്രൊഫസർ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഉപ്പിടുന്ന് കൊടുത്തു വിടും, പക്ഷേ ഉപ്പ് വീട്ടിൽ തന്നെ ഇരിക്കും. കാര്യം എന്താണ്? ഇതൊക്കെ ഞാൻ കൊണ്ട് വലിയിടത്തൊക്കെ ഉപ്പിട്ട് കഴിഞ്ഞാൽ അത് അന്ധവിശ്വാസം എന്ന് പറയത്തില്ലേ?
അപ്പോൾ അങ്ങനെ ഉള്ളൊരു ഐഡിയ അതിലാണ് പുള്ളി ഉപ്പ് അനക്കാതെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പം അനക്കാതിൻ്റെ കാര്യമില്ല, ആൾ ഔട്ടാവും. അപ്പോൾ ഉപ്പെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞത് എൻ്റെ ഒരു ഉപ്പിൻ്റെ പ്രസംഗം പുള്ളി കേട്ട്, പുള്ളിയുടെ ഒരു ഗുണം നിങ്ങൾ മനസ്സിലാക്കണേ. അതാത് കാലങ്ങളിൽ പുള്ളി ഉടമ്പടി ധ്യാനത്തിൽ അപ്ഡേഷനുള്ള ആളാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഉപ്പിൻ്റെ ധ്യാനം കേൾക്കണത്. ഉപ്പിൻ്റെ ധ്യാനം എന്താ? ഉപ്പെന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് ലേവയ പുരോഹിതന് ഇസ്രയേലിലെ അവകാശ ഭൂമിയില്ല. ദൈവം പറയും, മോശ 12 പേരെ 12 ഗോത്രങ്ങൾക്ക് വാഗ്ദാന ഭൂമി നേരത്തെ പങ്കിട്ട് വെക്കും. അപ്പോൾ അഹ്റോനാണ് മോസസിൻ്റെ കൂടെ വാഗ്ദാന പേടകത്തിൻ്റെ ശുശ്രൂഷ നിൽക്കുന്ന പുരോഹിതൻ. 24 hours ഡ്യൂട്ടിയാണ്. അഹ്റോൻ്റെ കുടുംബക്കാരും പുരോഹിത വംശവുമാണവർ. അവർക്ക് ഇസ്രയേലിൽ പോകാൻ നേരത്തെ ഇസ്രയേലിൽ ചെല്ലുമ്പോൾ ബെഞ്ചമിൻ ഗോത്രത്തിനും ജൂദായ ഗോത്രത്തിനും ഒക്കെ ഉണ്ട് ലേവിയക്കാർക്ക് കുടുംബക്കാർക്ക് മോശസ് പറയും, നിങ്ങൾക്ക് ഓഹരി ഇല്ല കേട്ടോ എന്ന് പറയുക. നിങ്ങൾക്ക് ഓഹരിയില്ല. എന്താ കാര്യം? നിങ്ങൾക്ക് ഈ ഭൗതികമായ ഓഹരി തന്നാൽ അതിനേക്കാൾ വലുതാണ് നിങ്ങളുടെ ജോലി. എന്താണ്? കർത്താവിൻ്റെ ആലയത്തിൽ ജോലി ചെയ്യണ പരിപാടിയാണ് നിങ്ങളുടേത്. അതുകൊണ്ട് ദൈവമായ കർത്താവായിരിക്കും നിങ്ങളുടെ ഓഹരി എന്ന്. അത് ഭയങ്കര വല്ലാത്തൊരു ബൈബിളിൽ ഏറ്റവും വല്ലാത്ത വർത്തമാനമാണ്. നിങ്ങൾക്ക് ഭൂമിയിൽ ഓഹരിയില്ല, മറിച്ച് ദൈവമായ കർത്താവ് തന്നെയായിരിക്കും നിങ്ങളുടെ ഓഹരി എന്ന് പറയും. അതുകൊണ്ട് മോശസ് പറയും, ഇവരുടെ ബലിവസ്തുക്കളിൽ നിങ്ങൾ ഉപ്പിടണം. ആ ഭാഗം കർത്താവിൻ്റെ അവകാശപ്പെട്ടത് ഇവർക്കുള്ളതാണെന്ന് പറയും. അങ്ങനെ ഇവർ ദേവാലയം കൊണ്ട് ജീവിക്കുമെന്ന് പറയും. അതാണ് ഉപ്പിൻ്റെ പ്രശ്നം. ഉപ്പിട്ട് കഴിഞ്ഞാൽ ഒരു 18 എടുത്തേ. സംഖ്യ 18:19. സംഖ്യ 18:19. ഇസ്രായേൽ ജനം പറഞ്ഞേ. ഇസ്രായേൽ ജനം കർത്താവിന് നിരാജനമായി സമർപ്പിക്കുന്ന നിരാജനം എന്ന് പറഞ്ഞ ഉടമ്പടി. പുതിയ ബൈബിളിൽ അവർ ഉപ്പിൻ്റെ ഉടമ്പടി എന്ന് എഴുതിയിട്ടുണ്ട്. പുതിയ ബൈബിൾ ഇപ്പോൾ PSC ഇറക്കിയിട്ടില്ലേ, അതിൽ ഉപ്പിൻ്റെ ഉടമ്പടി എന്ന് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഉടമ്പടിയുടെ ഭാഗമാണ് ഉപ്പെന്ന് പറയണത്. വായിച്ചേ. നിരാജനമായി സമർപ്പിക്കുന്ന വിശുദ്ധ കാഴ്ചകളെല്ലാം നിനക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വത അവകാശമായി ഞാൻ നൽകുന്നു. അപ്പോൾ ബലിവസ്തുക്കളിൽ ഉപ്പ് തളിക്കണമാണ് നിരാഞ്ജനം എന്ന് പറയുന്നത്, ലെവന ഉടമ്പടി. അപ്പം ആ ഭാഗം ലേവയ പുരോഹിതന് ശാശ്വത അവകാശമാണ്. കാര്യം എന്താണ്? ആ ഭാഗം ദൈവത്തിൻ്റെതാണ്, ദൈവത്തിൻ്റെ അവകാശം ഇവൻ്റെതാണ്. അതാണ് എൻ്റെ കണക്കെന്ന് പറയണത്. അപ്പോൾ ഉപ്പ് ഒരു സ്ഥലത്ത് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ, വിശ്വാസ പ്രമാണം ചൊല്ലിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്താ ഭാഗം? ഇത് ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെ ഭൂമി എന്ന് പറയും. ദൈവത്തിൻ്റെ അധികാരം എൻ്റെ അവകാശമാണെന്ന് പറയും. അതാണ് വിഷയം. അതാണ് നമ്മൾ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ ഉപ്പ് ഇടണത്. അല്ല കൂടുതലക്കാരെ നിങ്ങൾക്ക് ഉപ്പ് തന്നെ പോലെയുള്ള ഉപ്പലിൻ്റെ പരിപാടി അല്ല ഇത്. അത് പറഞ്ഞിട്ടാണ് ആൾക്കാർക്ക് ബോധമില്ലാതെ എന്തിനൊക്കെ പിച്ചുമ്പയും പറയണത്. അതല്ല, ഇത് ഉടമ്പടി പ്രകാരമുള്ള ഉപ്പാണ്. ഉപ്പ് തളിച്ചു കഴിഞ്ഞാൽ ഉപ്പിൻ്റെ ഭാഗം എവിടെ തളിക്കുന്നുവോ അത് കർത്താവിൻ്റെ അധികാരത്തിലുള്ളതാണ്. കർത്താവിൻ്റെ അധികാരത്തിൽ വേറെ ആർക്കും അധികാരമില്ല. അത് മോശസിന് ലേവായ പുത്രൻ്റെ അവകാശമാണ്. ആരാണ് തളിക്കണത്? അവൻ്റെ അവകാശമാണെന്ന്. ഇയാൾ പ്രൊഫസർ എന്ത് ചെയ്ത്? പ്രൊഫസർ ഈ PhDക്ക് വിളിക്കുമ്പോൾ തന്നെ, ഗ്രാൻഡ് പ്രസൻറ്റേഷൻ വിളിക്കുമ്പോൾ തന്നെ ആ സ്ഥലത്ത് കൊണ്ട് ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചെല്ലും. എന്താ കാര്യം? എനിക്ക് പേടിയാണ്, സബ്ജക്റ്റ് വൈസ് കമാൻഡില്ല. അവർ എന്നോട് ചോദിച്ച ചോദ്യത്തിന് പറയാൻ എനിക്ക് വിറച്ചത് കൊള്ളാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് നിൻ്റെതാണ്, നോട്ട് ബൈ മെറിറ്റ്. എൻ്റെ മെറിറ്റല്ല, നിൻ്റെ കഴിവാണ്, നിൻ്റെ അധികാരത്തിലുള്ളതാണ്, അതെൻ്റെ അവകാശമാണ്. എനിക്ക് നീ ഇവിടെ വിജയം പ്രാപിക്കും. ആ വിശ്വാസ പ്രഖ്യാപനമാണ്. 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് ആ സെക്ഷൻ ഓവറായി, ഈ മനുഷ്യൻ പാസ് ഔട്ടായി പോകുന്നു. ഇത്രയും സ്പീഡാണ് ഈ വിഷയം. ദൈവത്തിന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എത്ര പെട്ടെന്നാണ് ഈ വിഷയം നടക്കുന്നത്. പക്ഷെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് അതാണ് ചിലർക്ക് പറയുന്നത്. പലരും ഉപ്പൊക്കെ കൊണ്ട് ഇടുന്നുണ്ട്, അത് ഒളിച്ചും പാത്തും അവർ നോക്കുക, ഇവർ നോക്കുക, പട്ടി കടിക്കുക, പാമ്പ് കടിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ലേഡീസ് ഈ പണിക്ക് പോകാതിരിക്കണം നല്ലത്. കാര്യം ജന്മന
ഭയത്തിന് കൈയും കാലും വെച്ചിരിക്കുന്ന പാർട്ടിയാണ് പലരും. അവർ കൊണ്ടുപോയി പലരും കാണുമോ ഉപ്പ് തളിച്ച, പലരും കാണുക അവിടെ പട്ടി ഉണ്ടാകുമോ, അവിടെ പാമ്പ് കളിക്കും, ആൾക്കാർ കാണുമോ, ഇങ്ങനെയൊക്കെ. ഇതൊക്കെ ഈ മനുഷ്യനെയൊക്കെ ഓർത്തുകൊണ്ട് പോയി ഇട്ട വർക്ക് ചെയ്യരുത്. ഇത് വർക്ക് ചെയ്യുമ്പോൾ ലേവാ പുരോഹിതൻ്റെ ബോധം ഉണ്ടാകണം. ഇത് കർത്താവിൻ്റെ അധികാരത്തിൽ കൊണ്ടുവരികയാണ്. അതൊരു വിശ്വാസ പ്രയോഗമാണ്. അതാണ് അതിൻ്റെ മെയിൻ പോയിൻ്റ്. പ്രൊഫസർ പറയുന്നുണ്ടത്. ഇത് വിശ്വാസ പ്രയോഗമാണ്. വിശ്വാസം പ്രാർത്ഥനയാക്കാം, വിശ്വാസം പ്രഖ്യാപനമാക്കാം, വിശ്വാസം പ്രയോഗമാക്കാം. അപ്പോൾ വിശ്വാസ പ്രയോഗമാണ് ഈ ഉടമ്പടി തൈലത്തിലും അതുപോലെ ഉടമ്പടി ഉപ്പിലുമുള്ളത്. പക്ഷേ അത് ആക്ടിവേറ്റ് ചെയ്യണ പ്രിൻസിപ്പിൾ എന്താണ്? വിശ്വാസ പ്രമാണമാണ്. വിശ്വാസ പ്രമാണം പ്രഘോഷിച്ചുകൊണ്ടാണ് വിശ്വാസ പ്രയോഗം നടത്തുന്നത്. അതാണ് വിശ്വാസ പ്രഖ്യാപനത്തിലൂടെയാണ്. അപ്പം ഇതെല്ലാം ഇത് ചെയ്യുമ്പോഴെല്ലാം വളരെ നിശബ്ദതയിൽ വിശ്വാസ പ്രമാണം തെറ്റാ ചൊല്ലി സംഭവിക്കാൻ പോകുന്ന ആ വിഷയത്തെ മുഴുവനും ദൈവത്തിൻ്റെ പരിധിയിലാക്കുന്നു എന്നുള്ള ഒരു ആന്തരിക നിശബ്ദത നമുക്ക് നിശ്ചയദാർഢ്യം ഉണ്ടാകണം. അതിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. വിശ്വാസത്തോടെ പ്രയോഗിച്ചുകൊണ്ട് സാക്ഷികളാകുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോൾ ചില സ്ഥലങ്ങളെ എക്സ്ട്രാ എനർജി ആവശ്യമുണ്ടാകും. ഇപ്പം എന്താ സംഭവിക്കണം, ചിലർക്ക് ഉടമ്പടി എടുക്കും, പക്ഷേ ഈ എക്സ്ട്രാ എനർജി ടാപ്പ് ചെയ്യേണ്ട ആ ഫോർമുലകളൊന്നും ആൾക്കാർ ശ്രദ്ധിക്കത്തില്ല. അവർ ഉപ്പിടാൻ പറഞ്ഞ് കൊണ്ട് ഉപ്പിടും. അതല്ല, അത് വർക്ക് ചെയ്യത്തില്ല ഒരിക്കലും. അത് പ്രയോഗമാണെന്ന് മനസ്സിലാക്കിയിട്ട് വിശ്വാസം ആദ്യം പ്രഖ്യാപിക്കണം നമ്മൾ. ഇനി അവിടെ പോയി നിന്ന് പ്രഖ്യാപിക്കാൻ പറ്റുകയില്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് സമയമെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി അത് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് പോകേണ്ടത്. ഞാൻ ഈ മദ്യനിരോധന സമിതിയുടെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ ഒരു ദിവസമൊക്കെ 7 ഷാപ്പിന് വാദിക്ക് സമരം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എനിക്ക് 90കളിൽ. അപ്പോൾ ഞാൻ എൻ്റെ ഇടവകയിൽ തന്നെ 80 പേര് ഒറ്റ ഇരിപ്പിൽ കുടിക്കണ വലിയൊരു അന്നത്തെ ചാരായ ഷാപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഷാപ്പുകളും സമരം ചെയ്ത് അടപ്പിച്ചു, പിക്കറ്റ് ചെയ്തും അതുപോലെ തന്നെ എക്സൈസ് ഓഫീസ് വളഞ്ഞും ജനങ്ങൾ 800 പേരെ കൊണ്ടൊക്കെയാണ് ഞാൻ സമരത്തിന് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഒരു ഷാപ്പിൽ നടക്കണില്ല, ഒരു പരിപാടി നടക്കണില്ല. ജനത്തിനെ കൊണ്ട് എന്നാൽ അവരെന്നാ ചെയ്തത് കഴിഞ്ഞാൽ അവർ തന്നെ വലിച്ച് പുറത്ത്, അവരുടെ ആൾക്കാർക്ക് പുറത്ത് 70 പേരുണ്ട്. അവർ ഇവരുടെ പൈസ കിട്ടിയൊക്കെ അവരെ സപ്പോർട്ട് ചെയ്ത് ജീവിക്കണം. പോലീസ് വന്നാലും പറഞ്ഞു കൊടുക്കും, പട്ടാളം വന്നാലും പറഞ്ഞു കൊടുക്കും. ഇനി ജനങ്ങളെയും കൊണ്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവർ തന്നെ അവരുടെ വീടിനെ കല്ലെറിഞ്ഞിട്ട് നമ്മുടെ പേരിൽ കേസ് എടുക്കും, നമ്മളകത്താകും. പല പരിപാടികളുണ്ട്. കാരണം ആ ജനങ്ങളെയും കൊണ്ട് അവിടെ പോണത് എനിക്ക് അത്രയ്ക്ക് പന്തിയായിട്ട് തോന്നിയില്ല. പക്ഷേ ഇത് പോണമെന്ന് എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാ പറയണ്ടേ. ഞാൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോടും ഞാൻ ഈ വിഷയം പറഞ്ഞില്ല. ഞാൻ ആ ഷാപ്പിൽ പോണ കാര്യം, സന്ധ്യക്കാണ് പോണത്, അവിടെ സന്ധ്യക്കാണ് ആൾക്കാരുള്ളത്. ആ ഷാപ്പിൽ പോണ കാര്യം അവരാണെങ്കിൽ വടുതിരി ആയുധമായിട്ട് കരുതലുള്ളവരുടെ എല്ലാ കാര്യത്തിലും. അപ്പം ഞാൻ അവിടെ പോണ കാര്യം ആരോടും പറഞ്ഞില്ല. പറയാതെ ഞാൻ എന്ത് ചെയ്ത്, മുറിയിരുന്ന് എൻ്റെ മേടെ ഇരുന്നുകൊണ്ട് കുറേ ജോമാല ചൊല്ലി. എന്നിട്ട് വികാരിച്ചനെന്നുണ്ട്, ഞാൻ അന്ന് അസ്തേന്ത്യച്ചനാണ്. വികാരിച്ചനോടും പോലും പറയാതെ, ഒരു മനുഷ്യനോടും മിണ്ടാതെ ഈ ജവമാലം ചൊല്ലി 1 കിലോമീറ്റർ കഴിയുമ്പോൾ കടലാണ്. കടലിൻ്റെ അപ്പുറത്ത് സീവാളുണ്ട്. സീവാളം കടന്ന് ഞാൻ അപ്പുറത്തെത്തി. അവിടുന്ന് പിന്നീട് 2 ജവമാല ഒറ്റയ്ക്ക് ചൊല്ലി. അപ്പോൾ സന്ധ്യയെ വരുന്നുണ്ട്. ഈ ഷാപ്പിൻ്റെ നേരെയായിട്ട് 4ാമത്തെ ജവമാല ചൊല്ലി ഞാൻ ഷാപ്പിൽ കയറി. അപ്പോൾ ഇത് ആ സമയം മുഴുവനും അത് വിശ്വാസ പ്രയോഗം എന്ന് പറയും. വിശ്വാസ പ്രയോഗം. ഞാൻ ചെല്ലുമ്പോൾ അവിടെ ആൾക്കാരുണ്ട്, എന്നെ കണ്ടു. എല്ലാവരും കുറച്ച് പേര് എഴുന്നേറ്റ് കുറച്ച് പേര് കുടിക്കണം, ഇങ്ങനെ എന്താ ഇവിടെ കാര്യം എന്നുള്ള രീതിയിൽ കുറച്ച് പേര് ആ രീതിയിലാണ്. നമ്മളെപ്പോഴും ഞാൻ അച്ഛനാണല്ലോ, ലോഹ ഇട്ടിരിക്കണമല്ലോ, ഷാപ്പിൽ പോകാവാ, അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ
നമുക്ക് വേണമെങ്കിൽ ഇസ്തിരിയൊക്കെ ഇട്ടുകൊണ്ട് വീട്ടിൽ അവിടെ ഇരുന്നുകൊണ്ട് വല്ല പ്രാർത്ഥന പുസ്തകമൊക്കെ ചൊല്ലിയിട്ട് ആൾക്കാരെ ആശ്രയിച്ച് കുമ്പസാരിപ്പിച്ചൊക്കെ വേണമെങ്കിൽ ഒരു വികാരി അച്ഛനായിട്ട് ജീവിക്കണമെങ്കിൽ ഒരു പ്രശ്നവുമില്ല പള്ളിയിൽ. ആൾക്കാരും ചോദിക്കത്തില്ല, ആരും ചോദിക്കത്തില്ല. പക്ഷേ ജനങ്ങൾ നശിക്കുന്നതിന് ആരും ഉത്തരവാദിത്വം എടുക്കത്തില്ല. അപ്പോൾ ജനങ്ങളെ നശിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മുടെ ദൈവം മാത്രമേ നമ്മുടെ കൂടെ വരത്തുള്ളൂ. വേറെ ആരെയും നമ്മൾ പ്രതീക്ഷിക്കണില്ല. ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ആരെയും. അപ്പോൾ ഞാൻ ഈ ഷാപ്പിൽ ചെന്നിട്ട് ഞാൻ ഈ ഷാപ്പുകാരോട് പറഞ്ഞ് ഇത് അടക്കണം. നാട്ടിലുള്ള എല്ലാ ഷാപ്പും അടച്ചു. ഇപ്പോൾ ഇവിടെയാണ് എല്ലാവരും വന്ന് കുടിക്കണത്. കുടുംബങ്ങൾ ഇത് കഴിയുമ്പോൾ കുടുംബപ്രാർത്ഥനയില്ല, ഭർത്താവ് ഭാര്യയെ തല്ലി, മക്കളെ തല്ലി, അവരുടെ പഠനം കുളമാക്കി നാട് നശിച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ആ മനുഷ്യർ എന്നോട് പറയണേ ഞാൻ ഇപ്പം അടക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷമായി ഇപ്പം അടക്കാമെന്ന് പറഞ്ഞപ്പോൾ. എന്നിട്ടെന്താ പറഞ്ഞത്, എനിക്ക് 8 ലക്ഷം രൂപ ചിലവായിട്ടുണ്ട്, കടമുണ്ട്, അതിങ്ങോട്ട് തരാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് 5 പൈസയില്ല, ഞാനത് നിങ്ങളുടെ കാശ് തന്ന് ഷാപ്പ് അടപ്പിക്കാൻ വന്നതല്ല, ഞാൻ ദൈവനാമത്തിൽ വന്ന ആളാണ്, ഞാൻ പോകണമെന്ന് പറഞ്ഞു പോകുന്നു. ദൈവനാമത്തിൻ്റെ പ്രശ്നം അതാണ്. ഞാൻ ദൈവനാമത്തിൽ വന്ന ആളാണ്. ഞാൻ എന്നോട് പറയാനുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ പോകണമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അവിടെ നടന്ന് പള്ളിയിലെത്തിയപ്പോൾ 1 കിലോമീറ്റർ 2-3 കിലോമീറ്റർ ഉണ്ട് പള്ളിയിലോട്ട്. അതിൽ ഉള്ള ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി. രാത്രി 2 മണിയായപ്പോൾ പടപടാന്ന് മുട്ടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഇരുമ്പോഴിയുടെ സ്വരമൊക്കെ കേൾക്കാൻ തുടങ്ങി ഞാൻ. അപ്പോൾ ഞാനടുത്ത് ഇവർ എന്നെ തട്ടാമെന്നാണെന്ന്. അപ്പോൾ എന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത്, വാല് തുറന്നില്ല, 2 മണിക്കാണ്, വാല് തുറന്നില്ല. വാല് തുറക്കാതെ ഞാൻ വെയിറ്റ് ചെയ്ത്. അപ്പോൾ ഒരു പരിചയമുള്ള ആളെൻ്റെ സ്വരം കേട്ട്, എൻ്റെ പേര് കുഞ്ഞുഞ്ഞെന്നാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി അടി കൊണ്ടാലും പരിചയമുള്ള ആളുണ്ടല്ലോ. അപ്പോൾ ഞാൻ വാല് തുറന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛൻ എന്താണ് അവിടെ ചെയ്തതെന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്ത്? ഒന്നും ചെയ്യില്ല, ഞാൻ ഇവിടെ പറഞ്ഞിട്ട് പോന്നു. അച്ഛൻ പോന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ പൊതിര അടിയായെന്ന്. പൊതിരടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിൽ പ്രാർത്ഥിക്കണം, അപ്പുറത്തെ വീട്ടിൽ. അപ്പോൾ ഷാപ്പിൽ തെറി നടക്കണേ, എന്നെ തെറി പറഞ്ഞതാണ്. അപ്പോൾ അവിടെ തെറി കേൾക്കുമ്പോൾ അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ല. ഇത്രയും നാൾ അവർ ഷാപ്പിൽ തന്നെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ച്, അരിയിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ച്. അപ്പം പക്ഷേ കാലാവസ്ഥ മാറിപ്പോയി. അവർ വന്ന് ഇവരോട് തെറി നിർത്താൻ പറഞ്ഞ് അവർ നിർത്തിയില്ല. ഇവരുടെ കാശ് തന്നെ മേടിച്ചാണ് അവർ ജീവിക്കണേ. ഇപ്പം ഇവരുടെ മേക്കെട്ട് കയറാമെന്ന് ഇവർ സമ്മതിക്കുക. തമ്മിൽ കുടിപിടുത്തമായി. അവിടെ കൊടുത്ത് ആൾക്കാർ കൂടെ ഇവിടെയും കൊടുത്ത് 10 മണി വരെ അടി നടന്ന്. അടി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇവരെ കേസ് കൊടുക്കുമെന്നാ മറ്റേ അറിഞ്ഞപ്പോൾ അടി കൊണ്ടവരും അടിച്ചവരും എല്ലാം കൂടി കുറേ പേര് ഷാപ്പിനെതിരെയുള്ളവർ എൻ്റെ അടുത്ത് വന്നു. ഇതാണ് സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കേസ് കൊടുക്കുമെന്ന്. അപ്പോൾ ഞാൻ തന്നെ അപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഇപ്പം എനിക്ക് മനസ്സിലായി മാതാവ് കാര്യം ഏറ്റെടുത്ത്. മാതാവ് എന്ന് പറഞ്ഞത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ കൃപാസനം മാതാവിലേക്ക് എങ്ങനെ വരണത്, ഇങ്ങനെ കുറേ നാൾ ദൈവമായിട്ട് സത്യസന്ധമായി ജീവിച്ച് കഴിയുമ്പോൾ ദൈവത്തിന് മനസ്സിലാവും നമ്മൾ പറ്റിയ പുള്ളിയാണെന്ന്. അതാണ് വിഷയം. ഒരു മാനവും നോക്കാതെ, ആളെയും നോക്കാതെ കർത്താവിന് വേണ്ടി ഒറ്റക്കാണെങ്കിൽ പൊരുതുന്ന ആളാണെന്ന് ദൈവത്തിന് വിശ്വാസം ഉണ്ടാകണം. നിങ്ങൾ പത്രം കൊടുക്കാൻ പോകുമ്പോഴും രോഗികളെ കാണാൻ പോകുമ്പോഴും ദൈവത്തിൻ്റെ പടയാളിയാണ് നിങ്ങളെന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടാകണം. ദൈവത്തിന് വേണ്ടി പൊരുതി മരിക്കാമെന്ന ആളാണ് ഞാനെന്നുള്ള കാര്യം ദൈവത്തിന് തോന്നുന്നെങ്കിൽ ദൈവം ഒരു പ്രാവശ്യമില്ല, ഒരു 10 പ്രാവശ്യം പ്രത്യക്ഷപ്പെടാൻ തയ്യാറാണ്. കാര്യം ദൈവത്തിൻ്റെ മുമ്പ് സത്യസന്ധതയാണ് വേണ്ടത്. ഉടമ്പടി എടുക്കുന്നവർക്ക് ഈ സത്യസന്ധത വേണം. അല്ല എന്തെങ്കിലും വയറ്റിപ്പഴപ്പ് നേടാൻ വേണ്ടി ദൈവത്തിൻ്റെ കണ്ണിപ്പോൾ ഇടാൻ വേണ്ടി 2 10 അവിടെയും കൊടുത്ത് 2 ഉപ്പ് ഇവിടെ ഇട്ട് അങ്ങനെയൊന്നും പോകാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ ആദ്യം നിങ്ങൾ പ്രൂവ് ചെയ്യണം, നിങ്ങൾ ദൈവത്തിൻ്റെ ആളാണെന്ന് പ്രൂവ് ചെയ്യണം. ഇപ്പം എന്നാ പറ്റി, ഞാനപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞ് ഇത്രയും ആൾക്കാരുണ്ട്, അപ്പോൾ അവിടെ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കെതിരെ അടി ഉണ്ടാക്കിയത് ഇവരെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കും വെളുപ്പിനെ അവർക്കെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ കേസാക്കിയത്. അത് കേസാക്കിയത് കൊണ്ടാണ് ഇവരെ കേസിലാക്കാതിരുന്നത്. ആ ബുദ്ധി എനിക്ക് ആ സമയത്ത് ദൈവം തോന്നിച്ച്. രാത്രി 2 മണിയാണെങ്കിലും ആ സമയത്ത് വർക്കൗട്ട് ചെയ്ത് അങ്ങനെ വന്നപ്പോൾ എന്നാ വേദി, പിറ്റേ ദിവസം ഞാൻ കുർബാന കഴിഞ്ഞിട്ട് ഞാൻ ഓടിപ്പോയി ഷാപ്പിൽ പോയിട്ട് അവിടെ ഉണ്ട് ആൾക്കാരെ കൂട്ടിയിട്ട് ഷാപ്പിന് 2 വാതിക്കലും ധർണ ഇരുത്തി 41 ദിവസം ആൾക്കാരിരുന്ന് 41 ദിവസം ആ സാധനം പൂട്ടിപ്പോയി. അപ്പോൾ ചില പൊരുതുകൾ വന്നു കഴിഞ്ഞാൽ തിന്മയുടെ ശക്തിക്കെതിരെ പൊരുതുമ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആധ്യാത്മികത ഒരു പ്രാർത്ഥനാ വിഷയമായി പോയതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്നിട്ട് കാശിന് കൊള്ളാത്ത കുറേ ജന്മങ്ങൾ വയറ്റിപ്പഴുപ്പിന് വേണ്ടി ദൈവദിവസത്തെ കണ്ണീരിട്ട് നിൽക്കുന്ന ഒരു സമൂഹമായിട്ട് സഭ മാറുകയാണ്. ദാറ്റ് ഇസ് നീതിക്ക് വേണ്ടി പീഡകൾ അനുഭവിക്കുന്ന ഭാഗ്യവാന്മാർ അവിടെ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ശ്രുതികട്ടെ ഹല്ലേലൂയ. ആരാധന
യേശുവേ ആരാധന 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 യേശുവേ ആരാധന. എല്ലാവരും എഴുന്നേൽക്കുക. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ദൈവപിതാവേ നന്ദി. പിതാവേ മഹത്വം. ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാം, താടുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥ, മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, വലിയ വലിയ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാം, താടുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ.
പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും സമാനമായിട്ടുള്ള ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെയും കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെയും, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ വഴിയായിട്ടും അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിലൂടെയും എല്ലാം തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന ഓരോ മക്കളുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെ ഞങ്ങൾ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളുടെ പ്രത്യേകമായ നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മക്കളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടഭാരത്താൽ വലയുന്നവരെയും, ജോലി ഇല്ലാതെ വിഷമിക്കുന്നവരെയും, വിവാഹബന്ധം പിരിഞ്ഞു നിൽക്കുന്നവരെയും, മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളെയും, കുഞ്ഞു മക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ ശക്തി എല്ലാ മേഖലകളിലും ഈ ആരാധനയുടെ യോഗ്യതയാൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി മക്കളുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങളടിച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ഗായക സംഘത്തോട് ചേർന്നുകൊണ്ട് പാടി പ്രാർത്ഥിക്കും.
ആദ്യസഭവാളിൻ മുൻപിൽ ധീരതയോടെ ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചവോ. യേശുവിനായി ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കുമേ. പ്രാർത്ഥിക്കാം. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന, ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ഞാൻ നയിക്കുവാൻ പോകുന്ന ഭാഷണത്തിന്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട വി.പി. ജോസഫിനെ ഒരിക്കൽ കൂടി കർത്താവേ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈശോയെ ആരാധനയുടെ നീളം ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടയാളങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ദൈവപിതാവേ നന്ദി. ദാനിയേലിനെ സുഖക്കുഴിയിൽ ആരാധിച്ചവോ, അപ്പസ്തോലർ ജയിലുകളിൽ ആരാധിച്ചവോ. ദൈവജനം നൃത്തം ചെന്തി ആരാധിച്ചവോ, കഷ്ടതയെ ആരാധിക്കുന്നു. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സമാധാനം നിലനിർത്തുവാൻ ആവശ്യമായിട്ടുള്ള ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. എൻ്റെ സഹോദരങ്ങൾ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്കറിയാവുന്ന രോഗങ്ങൾക്ക് വേണ്ടി നിങ്ങളത് പ്രാർത്ഥിക്കുമ്പോൾ സത്യസന്ധമായി നിങ്ങൾ ആരെ ഉദ്ദേശിക്കുന്നുവോ അവർക്ക് സൗഖ്യപ്പെട്ട് നിങ്ങളുടെ മുമ്പിൽ വരാൻ ഇടയാക്കണമെന്നുള്ള ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കണം. പലരും പ്രാർത്ഥിക്കണം. പാപി എന്ന പട്ടികെന്ന പടിവാത് തുറക്കുമെന്ന് ചോദിക്കുന്ന പോലെയാണ് പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു കോൺഫിഡൻസിലാണ് ആൾക്കാർ പ്രാർത്ഥിക്കുന്നത്. ഉടമ്പടി എടുത്തവർ അങ്ങനെയല്ല. ഉടമ്പടി എടുത്തവർ ദൈവത്തിൻ്റെ സ്വന്തം ആൾക്കാരാണ്. അവർ കൈ ഉയർത്തുമ്പോൾ കർത്താവ് അത് കേൾക്കും. കർത്താവ് അവർക്ക് വേണ്ടി വാദിക്കും. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥി. കർത്താവ് ദൈവമേ, അങ്ങയുടെ അവകാശവും ഓഹരിയുമാകുന്ന തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഉടമ്പടി എടുത്ത് ലോകം മുഴുവനും സുവിശേഷ വേല ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ തിരുസന്നിധിയില് സമർപ്പിക്കുന്ന എന്റെ കണ്ണുനീര് ഞാൻ കുപ്പിയിലാക്കി
ശേഖരിക്കുന്ന അരുളി ചെയ്ത എന്റെ കർത്താവേ, അമ്മ മാതാവിന്റെ നാമത്തിലെ മധ്യസ്ഥതയിലെ നാമത്തിലെ ഞങ്ങൾ ചെയ്ത ഉടമ്പടിയുടെ ഭാഗമായി വലിയ സാക്ഷ്യങ്ങള്, രോഗപീഠകളിൽ നിന്നുള്ള സംരക്ഷണം, സാമ്പത്തിക കടങ്ങള്, ജീവിത ദുരിതങ്ങള്, ജോലിയില്ലാത്ത അവസ്ഥകള്, കേസുകള്, കുടുംബ തകർച്ചയിൽ നിന്നുള്ള മോചനം, എല്ലാ തിന്മകളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. മുട്ടനിക്കുക. ഈ ആഴ്ച നിറവേറേണ്ട കാര്യങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ജോലിയാകാം, ചില രേഖകൾ കൈ കിട്ടുന്ന വിഷയമാകാം, കേസാകാം, ചിലപ്പോൾ കേസ് അനുകൂലമായി വിധിക്കുന്ന വിഷയമാകാം, സ്ഥല വിൽപ്പനയാകാം, ജപ്തി നടപടി നീങ്ങുന്ന കാര്യമാകാം, ജീവിതമാർഗം തുറന്നു കിട്ടുന്ന കാര്യമാകാം, വിസ പുതുക്കുന്ന കാര്യമാകാം, വിവാഹം ഒത്തുവരുന്ന കാര്യമാകാം, മക്കൾ ലഭിക്കുന്ന കാര്യമാകാം, പരീക്ഷയ്ക്ക് ഉന്നതമായ നിലവാരം പുലർത്തുന്ന പരീക്ഷാ വിജയത്തിൻ്റെ കാര്യമാണ്. മൗനമായി പ്രാർത്ഥിക്കട്ടെ. രണ്ടറിയിപ്പുകൾ. വലിയ വ്യാഴാഴ്ച, ദുഃഖ വെള്ളിയാഴ്ച, വലിയ ശനിയാഴ്ച, ഉയർപ്പ് ഞായറാഴ്ച, ഈ 4 ദിവസങ്ങളിൽ കൃപാസനത്തിൽ യാതൊരു ശുശ്രൂഷ ഉണ്ടായിരിക്കുന്നതല്ല. വരുന്നവർക്ക് മൗനമായിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. മറ്റ് കൃപാസനത്തിൻ്റെ ഷെഡ്യൂൾ പ്രോഗ്രാമുകളും ശുശ്രൂഷകളും ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല. രണ്ടാമത്തെ അറിയിപ്പ്, മെയ് മാസത്തെ മാതാവിൻ്റെ വണക്കമാസം തുടങ്ങുകയാണ്. അപ്പം മെയ് വണക്കത്തിന് വേണ്ടി നിയോഗാർത്ഥം വണക്കം എടുക്കുന്ന ഒത്തിരി പേരുണ്ട്. ഓരോ ദിവസവും ഉള്ള വണക്കം ഓരോരോ നിയോഗത്തിന് വേണ്ടി കാഴ്ചവെച്ചിട്ട് നേർച്ചയായി നടത്തുന്നവരുണ്ട്. അതിൻ്റെ രസീതുകൾ അടുത്ത ദിവസം മുതൽ നമ്മുടെ എല്ലാ കൗണ്ടറിലും വണക്കമാസത്തിൻ്റെ കൂപ്പണുകൾ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് വാങ്ങി നിങ്ങൾ നിയോഗം വെക്കുന്ന സമയം മുതൽ നിങ്ങൾക്ക് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, നിങ്ങളുടെ വണക്കം വരുന്നത് വരെ. സമാപനാശീർവാദത്തിനായി ശിരസ്സ് നമിക്കുക. ദിവ്യകാരുണ്യമേ
പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ആവേ 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 മരിയ, ആവേ 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 മരിയ. സ്നേഹമുള്ളവരെ, പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ സമയം നൽകുന്നത്. കൃപാസനത്തിൽ എല്ലാ ദിവസവും മരിയൻ ഉടമ്പടി എടുക്കാനും പുതുക്കാനുമുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ 10:30 ഇംഗ്ലീഷ് മരിയൻ ഉടമ്പടി ക്ലാസ്സും ഉച്ചകഴിഞ്ഞ് 1:30 ഹിന്ദി മരിയൻ ഉടമ്പടി ക്ലാസ്സും രണ്ടാം ചൊവ്വാഴ്ചകളിൽ തമിഴ് മരിയൻ ഉടമ്പടി ക്ലാസ്സും രാവിലെ 10 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. കൃപാസനത്തിൽ സമർപ്പണ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന യുവതികൾ, +2 ഡിഗ്രി പാസ്സായ കുട്ടികൾ 82 81 29 75 11 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. അതുമല്ലെങ്കിൽ apparitionmissionaries@gmail.com എന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. കൃപാസനം പത്രം 23 ഭാഷകളിൽ ലഭ്യമാണ്. നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഏത് ഭാഷ കൊടുത്താൽ ദൈവജനത്തിന് ഏറ്റവും പ്രയോജനകരമാകും എന്നുള്ള ഭാഷകളാണ് ഉടമ്പടി എടുക്കുന്ന സഹോദരങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകേണ്ടത് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു.